ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷിബു പാസ്റ്റർ, കുടുംബം, ആമേൻ, ഇവിടെയുള്ള ദൈവമക്കൾ, വിശേഷിച്ച് ഈ സഭകളുടെ പ്രധാന ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ വില്ലേദാസൻ ദാനിയേൽ അയിരൂർ അവർകൾ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സൗത്ത് സെൻറ്ററിൻ്റെ തൃശ്ശൂർ സൗത്ത് സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ആദരണീയ കർത്തദാസൻ CC ചാക്കോ പാസ്റ്റർ അവർകൾ. അച്ചായന് ഇന്നും വന്നല്ലോ, വളരെ സന്തോഷം. മറ്റേ നമ്മുടെ ബാബു പാസ്റ്റർ അല്ലയോ പേര്, ഞാനങ്ങ് റെജി പാസ്റ്റർ. മറ്റേ എല്ലാ വേദിയിലെ ഇരിക്കുന്ന കർത്തദാസന്മാർ, സദസ്സിലുള്ള ബഹുമാനരായ ദൈവദാസന്മാർ പലരും പരിചിതരാ. ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, മറ്റേ ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നോ? സാധ്യതയില്ല, എന്നാലും വന്ദനം. ആമേൻ. വീഡിയോ പകർത്തുന്ന പ്രിയപ്പെട്ടവർ, ഈ സമീപ സ്ഥലങ്ങളിലുള്ളവർ, ഈ ഗ്രൗണ്ട് കൊടുത്ത പ്രിയപ്പെട്ടവർ, വാഹനം ഓടിക്കുന്നവർ, ഇവിടെ വ്യാപാരം ചെയ്യുന്നവർ, ദേശവാസികൾ, സമീപവാസികൾ, ഏവർക്കും ഓൺലൈനിലുള്ളവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ധിയിൽ വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം പറയുവാൻ ദൈവം കൃപ നൽകി. നിങ്ങളുടെ പ്രാർത്ഥന കോട്ടയായിരുന്നു. ഇന്ന് പകലും അല്പസമയങ്ങൾ തിരുവചനം ധ്യാനിപ്പാൻ അവസരം ദൈവം തന്നു. ഈ രാത്രി സമയത്തും ഇങ്ങനെ അവിടുന്ന് അനുവദിച്ചതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു കൂടുവാൻ ഇടയായി. ഈ ദിവസങ്ങളിലൊക്കെ വളരെ തിരക്കുണ്ട്, യാത്രകളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും ചോദിക്കുന്നു. ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ കടന്നു പോകും. നാളെ സഭായോഗം നിങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട്. അവിടുത്തെ വരവ് താമസിച്ചാൽ നാളെ വൈകിട്ട് അങ്ങ് ഇടിഞ്ഞാറ് കൺവെൻഷന്. വരുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസങ്ങളിലും യോഗങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും വീണ്ടും അപേക്ഷിക്കുക. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 2 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും അതിനെല്ലാം ഒത്താശ ചെയ്ത പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. വായിച്ചാട്ടെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പാരിതിൽ പാതങ്ങി ആമന്നിക്കായി നീ, പാരിതിൽ പാതങ്ങി ആമന്നിക്കായി നീ, പരമ പവനം അതിനെ വെടിഞ്ഞു, പരമ ഭവനം അതിനെ വെടിഞ്ഞു. കരുണയൊരു പൊഴുതറിവതിൽ നിടറുവതിൽ അരുളിന, കരുണയൊരു പൊഴുതറിവതിൽ നിടറുവതിൽ അരുളിന. കരണമ തുതവ ചരണമ മമ ചരണമ തവ പരണമയി പരമ കരുണ രസരാശി ഓ പരമ കരുണ രസരാശി ഓ പരമ കരുണ രസരാശി. വന്നത് നന്നായി. പേരെന്തുവാ? എവിടാ വീട്? എവിടെയെങ്കിലും ആയിക്കോട്ടെ, നന്നായി. നാദനിൻ ആവിയൻ നാവിൽ വന്നാകയാൽ, നാദനിൻ ആവിയൻ നാവിൽ വന്നാകയാൽ, നവമായി ഉദിക്കും സ്തുതികൾ തൊന്നിക്കും, നവമായി ഉദിക്കും സ്തുതികൾ തൊന്നിക്കും. നല്ല മൊട്ടക മുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ, നല്ല മൊട്ടക മുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ, നല്ല മൊട്ടക മുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ.
കല്ലിത സുഗമിക മറുവിടും സ്തവമുറുവിടും ദയ പെരുകിടും നൊരു പരമ കരുണാരസരാശേ ഓ പരമ കരുണാരസരാശേ ഓ പരമ കരുണാരസരാശേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നലെ രാത്രിയിലെ ചിന്തിച്ച വായിച്ച വാക്യമാണ് വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. എന്താണ് സുവിശേഷം? അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു വന്നത്. ഇന്ന് എടുത്ത വാക്യത്തോട് കൂടെ പുലർത്തി ബാക്കി കാര്യങ്ങൾ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോൾ ഈ യോഹന്നാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ 5 പുസ്തകം എഴുതി. പൗലോസ് 14 പുസ്തകം എഴുതി. മോശെ 5 പുസ്തകം ചമച്ചതുപോലെ യോഹന്നാനെ കൊണ്ട് 5 പുസ്തകം ദൈവം എഴുതിപ്പിച്ചു. 5ഉം വ്യത്യസ്തമാണ്. ഒന്ന് സുവിശേഷ പുസ്തകം, യേശുവിൻ്റെ ചരിത്രം, അത് ദൈവമാണ് തെളിയിക്കുക. 3 ലേഖനങ്ങൾ എഴുതി. പിന്നീട് വെളിപ്പാട് പുസ്തകം മുന്നിൽ കസേരയുണ്ട്. കർത്തദാസൻ ഇഞ്ഞ് പോര്, പാസ്റ്ററെ മുന്നിൽ ഇരുത്ത്, ഇങ്ങോട്ട് പോര്. അപ്പോൾ ശ്രദ്ധിക്കുക, യുവരാസന്മാരൊക്കെ മുന്നിൽ ഇരുന്ന് സ്വോത്രം ചെയ്യുന്നത് എനിക്കൊരു ബലമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, എഴുത്തിന് ഉദ്ദേശമുണ്ട്. ചുമ്മാ ഒരു പണിയില്ലാതിരുന്നങ്ങ് എഴുതുകയല്ല. നാളെ ഒരാൾ പറഞ്ഞു വെറുതെ ഇരിക്കുകയല്ലോ, അതുകൊണ്ട് എന്തേലുമൊക്കെ അങ്ങ് വേറൊരാൾ പറഞ്ഞു കോവിഡിന് വെളിയിൽ ഇറങ്ങാനൊത്തില്ല, എന്നാൽ പിന്നെ അങ്ങ് എഴുതിയേക്കാന്ന് അങ്ങ് ചുമ്മാ ഇരുന്ന് എഴുതുക. യോഹന്നാൻ അങ്ങനെ ഒരു പണിയില്ലാതിരുന്ന് എഴുതിയതല്ല. യോഹന്നാന് എഴുത്തിന് ഉദ്ദേശമുണ്ട്. 2 വാക്യം വായിച്ചോ. ഉദ്ദേശം എന്തുവാന്ന് നമുക്കറിവുള്ള വാക്യമാണ്. 20-30 വായിച്ച സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 20-30. ചുമ്മാ ഇരുന്ന് എഴുതുകയല്ല. എന്നാ പേനയും പേപ്പറും കൊണ്ട് ചുമ്മാ ഇരിക്കുക, അങ്ങ് എഴുതിയേക്കല്ല. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല മറ്റനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അങ്ങനെ അടയാളം ചെയ്യുന്നത് കാണുക ചെയ്യണം. ഇപ്പം പലതും കാണാറായിരിക്കുന്നത്. കാണാത്തെടുത്തു വാ. നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം. വായിച്ചോ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും എല്ലാവരും വിശ്വസിക്കണം. ഇവിടെ ഇരിക്കുന്നവരും പട്ടിക്കാട്ടുള്ളവരും തൃശ്ശൂർ ജില്ലയിലുള്ളവരും കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇന്ത്യയിലെ സകല സംസ്ഥാനങ്ങളിലും ലോകരാജ്യത്ത് സകല മനുഷ്യരും വിശ്വസിക്കണം യേശു ക്രിസ്തു സർവശക്തനായ ദൈവമാണെന്ന്. യേശു ക്രിസ്തു ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും നിങ്ങളെല്ലാവരും വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അതിനാ എഴുതിയേക്കുന്നത്. എന്നാ കുറച്ച് പേപ്പറുണ്ട്, പേനയുണ്ട്, എഴുത്ത് വശമുണ്ട്. ജേർണലിസം ഇംഗ്ലീഷ് തെറ്റിയോ? ഇല്ലല്ലോ. അറിയത്തില്ല, തെറ്റ് തന്നെ പറയണം. എന്നാൽ ഇതെല്ലാം പഠിച്ചതാ, എന്നാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതാം. അല്ലല്ല, എഴുത്തിൻ്റെ ഉദ്ദേശം ഇതാ. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്നെല്ലാവരും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വാസത്താൽ അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. അതിനാ സുവിശേഷം എഴുതിയത്. ലേഖനം എന്തിനാ എഴുതിയത്? 5:12 വായിച്ചേ, 5:13 വായിച്ചു. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് അറിവുള്ള വാക്യമാണ്. എന്തെങ്കിലും വായിച്ചു. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കുക. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ന്റെ അത് സുവിശേഷമാണെന്ന് തോന്നുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ, എനിക്ക് തെറ്റിയതാണോ? ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ ഇത് എഴുതിയത്. ഒന്നുകൂടെ വായിച്ചു. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് യോഹന്നാൻ പറയും ഞാനിത് എഴുതിയിരിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിങ്ങളിത് അറിയേണ്ടതിനാ ഇത് എഴുതിയേക്കുന്നത്. ചുമ്മാ വന്ന് നല്ല കസേരയാ കുത്തിയിരുന്നേച്ച് പോകരുത്. അഭിപ്രായം പറയും, അതിൽ മഴ പെയ്തില്ല കേട്ടോ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മഴയ്ക്കും വലിയ തെറ്റില്ല. പുള്ളി ആണെങ്കിലും വിവരക്കേടാ പറയുന്നെങ്കിൽ ഇന്നലെ വലിയ തരക്കേടില്ലായിരുന്നു. ഒന്നും മിണ്ടാതിരിക്കുന്നേ. കുഴപ്പമില്ല. സാധാരണ കൺവെൻഷന് പോകുമ്പോഴല്ല, ആവശ്യമില്ലാത്ത വലിയ പരിപാടി ഒന്നുമില്ല. പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിച്ചു. തന്നെയല്ല പുള്ളിക്ക് സമയം കൊടുക്കുന്നുണ്ട്. ചിലയിടത്ത് എന്നാൽ പ്രസംഗിക്കുന്നവർക്ക് സമയം
കൊടുക്കുന്നില്ല. എല്ലാ ഉദ്ഘാടനവും പ്രകാശനവും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം താങ്ങിയും തമാശ പറഞ്ഞതല്ല. ഞാൻ ശരിയേ പറയുള്ളൂ, പിന്നെ ചിലർക്ക് അത് ഇഷ്ടമല്ലേ ശരി പറയുന്നതാ. എന്തായാലും ഇന്നലെ കുഴപ്പമില്ലായിരുന്നു, ഇന്നും വലിയ തരക്കേടില്ലെന്നാ തോന്നുന്നത്. ന്യായമായിട്ട് ആളും ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞു വെച്ച് പോകാനല്ല. ഒന്നുകൂടെ വായിച്ചോ 12-ാം വാക്യം. കേൾക്കട്ടെ, ഒന്നുകൂടെ കേൾക്കട്ടെ, വായിര്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ പറഞ്ഞ ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. നമ്മളത് അറിയണ്ടേ? നമ്മുടെ കാര്യം നമ്മൾ അറിയണ്ടേ? നീ ആരാന്ന് അറിയണ്ടേ? നീ പെന്തിക്കോസാന്ന് അറിയണ്ടേ? ചിലർ ചോദിക്കാറുണ്ട് പെന്തിക്കോസിലാണോ? അല്ല, അങ്ങനൊന്നുമില്ല, എല്ലായിടത്തും ഉണ്ട്. എവിടാന്ന് പുള്ളിക്ക് പോലും വലിയ വെളിവില്ല. ചെല്ലു പറയത്തില്ലേ, പുള്ളി എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ആരാന്നൊന്ന് അറിയണ്ടേ? പിശാചാന്നേലും ഒരിക്കൽ ഗോലിയാത്ത് പറഞ്ഞു, ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലന്റെ ഏവകരും. പിശാചാന്നേലും അവൻ എന്ത് പകതിരിവാ, അവനാരാ എവരാരാന്ന് അവൻ തരംതിരിച്ച് പറഞ്ഞു. നമുക്കിതൊന്നും അറിയില്ല. ഏകപട, എമ്പട, ത്രിപട, ചമ്പട. ഇവിടെ ചമ്പട പൊന്നെ ഉണ്ട്, അതല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് അറിയണം, നന്നായിട്ട് അറിയണം. ഒന്നുകൂടെ വായിച്ചോ കർത്തൃദാസനെ, നല്ല വാക്യമല്ലേ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. പാടാൻ വയ്യ, എന്നാലും എടുത്ത് പാടാമോ അറിയാമെങ്കിൽ. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്ക് ക്രൂശിലേറി. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്ക് ക്രൂശിലേറി. മൺമയമാ ഈ ഉലകിൽ കാൺമതല്ല മായയാത്രേ. മൺമയ അറിയാവുന്നവർ ചേർന്ന് പാടി, ത്യാഗത്തൊന്നുമില്ല. കാൺമതല്ല മായയാത്രേ. മണ്ണിൽ നിന്റെ ജീവകാലം ക്ഷണികമാണെന്ന് ഓർക്കുക നീ. മണ്ണിൽ നിന്റെ ജീവകാലം ക്ഷണികമാണെന്നോർക്കുക നീ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് എഴുത്തിന് ഉദ്ദേശമുണ്ട്, ചുമ്മാ എഴുതിയതല്ല. സുവിശേഷം എഴുതിയിരിക്കുന്നതും ലേഖനം എഴുതിയിരിക്കുന്നതും വെളിപ്പാട് പുസ്തകമൊക്കെ എഴുതിയിരിക്കുന്ന ഉദ്ദേശമുണ്ട്, ചുമ്മാ എഴുതിയതല്ല. അതെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന്റെ മഹത്വം. എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം, സകല ആൾക്കാരും കേൾക്കണം. ഇതൊരു വിഭാഗക്കാർക്കോ മതക്കാർക്കോ സംഘടനക്കാർക്കോ സംഘക്കാർക്കോ വേണ്ടി മാത്രമുള്ളതല്ല. ഇതൊരു കാറ്റഗറിപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതല്ല. സകല ആൾക്കാരും ഇത് കേൾക്കണം, സകല ജാതികളും ഇത് കേൾക്കണം. മാത്രമാണോ ഈ സുവിശേഷം കേട്ടാനുള്ള ഗുണം എന്നാ? ഗുണം സുവിശേഷം കേട്ടാൽ. ആ ഗുണത്തെപ്പറ്റിയാണ് ഇന്നലെ ചിന്തിച്ചത്. ഒന്ന്, സുവിശേഷം വന്നാൽ, സുവിശേഷം ഉയർത്തപ്പെട്ടാൽ, സുവിശേഷം കേട്ടാൽ ആമ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റും. അപ്പൊ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. അതാണല്ലോ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചിന്തിച്ചു. രാത്രിയിൽ ആ സംഭവം, അപ്പൊ കർത്താവിന്റെ തേജസ് ചുറ്റി മിന്നി ഇരുട്ട് മാറ്റി വെളിച്ചമുണ്ടായി. വെളിച്ചം പരത്തുന്ന മാർഗമാണ് സുവിശേഷം. ഇരുട്ട് മാറും, അന്ധകാരം മാറും. ഇന്നലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല. ഇരുട്ട് മാറ്റും. 2, നമ്മുടെ ഭയം മാറ്റും. ഭയം എല്ലാവർക്കും പേടിയാ, എല്ലാവർക്കും ഭയമാ. ഭയം മാറ്റുന്ന മാർഗമാ. ഒരു രോഗം വന്ന്, ഒരു പ്രശ്നം വന്ന് ഉടനെ ഭയമാ. അങ്ങനല്ല, ഇത് ഭയം മാറ്റുന്ന മാർഗമാ സുവിശേഷം. ദൈവത്തിന് മഹത്വം. ഭയം മാറ്റും. 3, ഈ സുവിശേഷം വന്നു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാകും. ദൂതൻ അവരോട് പറയാ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്നാ. വായിച്ചേ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷം. അപ്പൊ സുവിശേഷം കേട്ടാൽ സന്തോഷം ഉണ്ടാകും.
ഇതിപ്പോൾ സന്തോഷം ഉണ്ടാക്കാൻ വേറെ മാർഗമാണ് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരി വീശിയാൽ സന്തോഷമാണ്. ഞാനൊരുത്തിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇത് കുടിക്കുമ്പോൾ? ഞാനിതുവരെ കുടിച്ചിട്ടില്ല. ഇന്നലെ ഓർപ്പിച്ചാൽ എൻ്റെ അപ്പനെ 50 വർഷം കള്ളുഷാപ്പിൽ ജോലിയോ പുള്ളിയും കുടിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഇത് കുടിച്ചിട്ടുമില്ല, അറിയത്തുമില്ല. അപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചു എങ്ങനെയാണ്? അവൻ പറഞ്ഞു അടിച്ചു കഴിയുമ്പോൾ ഒരു പിമ്പിരിയാന്ന് പറഞ്ഞു. അവൻ്റെ ഭാഷയാണ്. എന്നാണെന്നറിയാം. കുടിച്ചിട്ടുണ്ടോ നേരത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ? ഇല്ല. ഇനിയും കുടിക്കുകയും വേണ്ട. അപ്പം മുമ്പ് മനഃശാന്തരപ്പെടുന്നതിന് മുന്നേ കുടിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഒരു പിമ്പിരി റോഡിന് വീതി ഉള്ളതായിട്ട് തോന്നും. നമ്മുടെ ഭാര്യ അപ്പുറത്തെ കുഞ്ഞമ്മയാന്ന് തോന്നും. അങ്ങ് തോന്നുക. മനസ്സിലായില്ല? ഒന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിന് ഓരോരോ പേരായിരുന്നു. പോസ്റ്റേ കയറി ഇത് കുടിച്ചു കഴിഞ്ഞാൽ വലിഞ്ഞ് ആനമയക്കി, പിന്നെന്തൊക്കെ ആയിരുന്നു, കൊട്ടുപടി. അതെന്താ അതിൻ്റെ അർത്ഥം? എനിക്കും അറിയാൻ മേല. ഇല്ല, അവനെ മിക്കതും അറിയാം. എന്തുവാക്കേടാ പറയടാ. അവനെ പണ്ട് ഒത്തിരി അടിച്ചിട്ടുള്ളതാ. ഇനി അവൻ ആരാന്ന് അങ്ങോട്ട് നോക്കുന്നത്. അവനിപ്പം മാനസാന്തരപ്പെട്ടു വന്നു. അപ്പം ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പം ഇത് സന്തോഷം തരുമെന്ന ഈസ്റ്ററിനും അങ്ങ് സന്തോഷമാണ്. അടിച്ചു പെരുത്ത് കിടക്കുക ഈസ്റ്റർ. അതിനാ യേശു ഉയർത്തു, നീ ഓടെ കിടക്കുക. ഓടെ കിടക്കുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഇടവകയിലെയാന്ന്. കാരണം അപ്പുറേ കയ്യാലെ ഇപ്പുറേ ഓടെ, അതിനിടയില. അതാ വക, ഞങ്ങളുടെ വകയാണ്. ഞാൻ പണ്ടൊരു അച്ഛനോട് ചോദിച്ചു, അച്ഛനിപ്പം ഞങ്ങളുടെ കാവാലത്ത് വണ്ടിരുന്നതാ. പിന്നീട് അച്ഛനെ ഇടയ്ക്ക് വെച്ച് അച്ഛനിപ്പോൾ CSA ഞാൻ ചോദിച്ചു, അച്ഛനിപ്പോൾ ഏത് ഇടവകയില്ല? അവനോട് പറഞ്ഞു, ഞാൻ ഇടവകയിലൊന്നുമല്ല, ഈ വകയുടെ അല്ല, ഇടയിലാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ കൂടെ അവിടുത്തെ 3-4 പേര് കൂടെ ഉണ്ടായിരുന്നു. ചെന്നെടുത്ത് വലിയ പ്രശ്നമാണ്. അച്ഛൻ വളരെ രസകരമായിട്ടാണ്, ഞാനിപ്പോൾ ഇടവകയിലൊന്നുമല്ല, ഈ വകയുടെ അല്ല, ഇടയാന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് സന്തോഷം തരുക എന്നാ പറയുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും അല്പസമയത്തൊക്കെ അല്പം അത് അനുഭവിച്ചിട്ടുള്ള പറഞ്ഞവർ ചെറിയുന്നു. അവൻ പറഞ്ഞ പോലെ ഒരു പിമ്പിരി, ഇത് കഴിയുമ്പോൾ നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നതാ, നിന്റെ തലമുറയെ നശിപ്പിക്കുന്നതാ, നിന്റെ കുടുംബത്തിൽ അരാജകത്വം വരുത്തുന്നതാ, നിന്നെ അവൻ ദരിദ്രനാക്കി നശിപ്പിക്കുന്ന മാർഗമായത്. അതുകൊണ്ട് ഇന്ന് രാത്രി അതിനോട് വിട പറയണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇത് സമാധാനവും സന്തോഷവും തരുന്ന മാർഗമല്ല മദ്യം. ആർക്ക് കലഹം, ആർക്ക് സങ്കടം, പിന്നെ ആർക്ക് കാണിച്ചോമപ്പ്, ആർക്ക് ആവലാതി, പിന്നെ എടുത്ത് വായിര്. ഏതുവരെ 2 പേരും നോക്കിയിരിക്കുന്നു. ഒടുവിൽ അവർ പറയാ, അവരെന്നെ അടിച്ച് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. ദൈവത്തിന് മഹത്വം. അപ്പം അതുകൊണ്ട് ഇതിനോടെല്ലാം വിട പറയണം. പുകവലി ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടാ, നിനക്ക് ഒടുവിൽ ചൂപ്പാട് വരും. മനസ്സിലായോ? ഇതൊന്നും നിത്യസന്തോഷം തരുന്നതല്ല. ഈ കാണുന്ന ലോകത്തിൽ കാണുന്നതൊന്നും സന്തോഷം തരുന്നതല്ല. ഒരു ദൈവമക്കൾക്ക് സന്തോഷം തരും, നമുക്ക് സന്തോഷം ആമൻ തരുന്ന മാർഗമാ സുവിശേഷം. സങ്കീർത്തനക്കാരൻ 4-ലാന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നിന്ന്. ഹബക്കൂക്ക് വിഭ്രമരാഗത്തിലൊരു ഗീതം പാടി. രാഗമൊന്നും ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് രാഗം അറിയാത്തത് തന്നെ വലിയ കാര്യമാണ്. അതെ, വേറെ പുസ്തകത്തിൽ പല രാഗമുണ്ട്. വിഭ്രമരാഗം. പിന്നെ MV ചാക്കാവ് സാറ് ക്ലാസ് എടുക്കുമ്പോൾ നശിപ്പിക്കരുതേ എന്ന പാട്ട് പാടുമ്പോൾ പുള്ളി പറയും, ആ രാഗത്തിൽ പാടരുത്. ഏതാ? നശിപ്പിക്കരുതേ എന്നുള്ള രാഗത്തിൽ നിങ്ങൾ പാടരുതെന്ന് ചാക്കോ സാറ് എൻ്റെ ഗുരുവാണ്, എപ്പോഴും പറയുമായിരുന്നു. വിഭ്രമരാഗം, നശിപ്പിക്കരുതേ എന്ന രാഗം. പിന്നെ വേറെ 2 രാഗമുണ്ട്, ഷിമീർ മോത്ത് രാഗമോ. 15-ാം അധ്യായത്തിൻ്റെ ഏതാ? ഷമീറല്ല, അഷ്ടമരാഗമുണ്ട്, മാൻപേട എന്ന രാഗമുണ്ട്, സാരസരാഗമുണ്ട്, പല രാഗമാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ കർണാടക സംഗീതത്തിന് എത്ര രാഗമാണ് മോനെ? എത്രയാ? 7 72 മേളകർത്താ രാഗം അല്ലയോ? അങ്ങനല്ലേ പറയുന്നത്? എനിക്കിതൊന്നും അറിയത്തില്ല. 72 അത് ഒരു രാഗത്തെ തന്നെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. എത്രയാ മോളെ? മോൾ പഠിക്കുന്നുണ്ടെന്ന് തോന്നല്ലയോ? പഠിച്ചെല്ലാം കഴിഞ്ഞു. എത്രയാ? 382 ഒരെണ്ണത്തെ തന്നെ. അതിനി പിന്നെ അവർ പഠിപ്പിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, എനിക്കറിയത്തില്ലെങ്കിലും കേട്ട് കേൾവി അനുസരിച്ച് പറയുക. നമ്മൾ പാടുന്ന ചില പാട്ടുകളൊക്കെ രാഗമാണ്. രാഗം പറഞ്ഞാൽ നമ്മൾ പാടുകയില്ല. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇന്നാളും പറഞ്ഞതാ. ഏത് രാഗമാണ്?
നമ്മൾ വിവാഹ ശുശ്രൂഷയ്ക്ക് അച്ചായനൊക്കെ ധാരാളം വിവാഹം നടത്തിയിട്ടുള്ളതാ. ഞാനും 1-2 നടത്തി, ഇത്ര ഒന്നും ഒത്തിട്ടില്ല. ദൈവദാസനൊക്കെ ധാരാളം, എല്ലാ കർത്തൃദാസന്മാരും. അപ്പം നല്ല അന്തരീക്ഷത്തിൽ പാടുന്നൊരു പാട്ടുണ്ട്, ഇന്നീ മംഗല്യം. ആ പാട്ട് ഒരു വരി പാടിക്കാൻ മോനെ. ഏരിയായി കല്യാണം ഒന്നും നടന്നിട്ടില്ലേ? പാട. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. അപ്പൊ അത് ഒരു രാഗമാണ്. ഏത് രാഗമാണെന്നറിയാമല്ലോ അല്ലേ? നിമംഗലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവം. ഇതിനെപ്പറ്റി പറയുന്നത് ആനന്ദ ഭൈരവി രാഗമാണ്. ആനന്ദ ഭൈരവി രാഗമാണെന്നാ പറയുന്നത്. രാഗത്തിന്റെ അർത്ഥം പറഞ്ഞാൽ ഇനിയും പാടുകയല്ല. ഇപ്പം അവർ ചിന്തിക്കുക, എന്തുവാ ഇയാൾ അങ്ങോട്ട് തിരിഞ്ഞ് ദോഷമൊന്നും പറഞ്ഞതല്ല, എല്ലാം ഒന്നും മൈക്കിൽ കൂടെ പറയാനൊക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഞാനിതിലേ അങ്ങ് ഓടിപ്പോവും. തല്ലുകൊണ്ട് നീ എല്ലാം ഊപ്പാട് വരും. നിങ്ങൾ തല്ല് കൊള്ളണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനിവിടെ പറഞ്ഞതാണ്. തല്ല് വേണേ ഇപ്പം ഞാൻ പറയാം, പുറകെ മുതൽ അടി വരും. അപ്പം നമ്മൾ അധികം രാഗമൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഇവിടെ സങ്കീർത്തനമൊക്കെ പഠിക്കുമ്പോൾ ധാരാളം അഷ്ടമരാഗം, മാൻപേട രാഗം, വിഭ്രമരാഗം, നശിപ്പിക്കരുത് എന്ന രാഗം, സാരസരാഗം, പുത്രമരണ രാഗം, ഇങ്ങനെ പല രാഗമാണ്. അപ്പോൾ ഹബക്കൂക്ക് വേറെ 2 രാഗമുണ്ടാണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 21, 22 ഒന്ന് വായിച്ചേ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 21, 20 2 രാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. തെറ്റിക്കാതെ വായിക്കണം. തെറ്റുമല്ലയോ? അതാ വായിക്കും. തെറ്റിയാൽ ഞാൻ തിരുത്താൻ നോക്കട്ടെ, എനിക്കും തിരുത്താൻ പറ്റുമോ എന്ന്. അല്ല, എന്തിനാ തെറ്റുന്നേ? അതിലുള്ളതങ്ങ് വായിച്ചാൽ പോരെ. 20-ാം വാക്യം മുതൽ വായിക്കുകയല്ലേ? സെഖര്യാവ്, അസീയേൽ, സംഗീതക്കാരായ ഹേമാനും ആസാഫ് ഏതാനും നാമം കൊണ്ടുള്ള കൈത്താളങ്ങളെയും സെഖര്യാവ്, അസീയേല്, ശെമീരാമോത്ത്, യെഹീയേൽ, ഉന്നി, ഏലിയാബ്, മയസേയാബ്, ബെന്നായാവ് എന്നിവർ അലാമോത്ത് രാഗം. അതൊരു രാഗമാ. ഏതാ? അലമുറ ഇടുന്ന രാഗമല്ല. അലാമോത്ത് രാഗം. വേറൊരു രാഗം താഴെ. അലാമോത്ത് രാഗത്തിൽ വീണകളെ ധ്വനിപ്പിക്കാനും മത്തിത്യാവ്, എലീഫെലേഹു, മിക്നേയാവ്, ഓബേദ്, ഏദോം, യെഹിയേൽ, അസസ്യാവ് എന്നിവർ ശെമീനത്ത് രാഗം. 2 രാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. ആട്ടെ, എൻ്റെ വിഷയം അതല്ലല്ലോ. അപ്പോൾ പല രാഗങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഹബക്കൂക്ക് വിഭ്രമ രാഗത്തിൽ പാടുകയല്ല. കന്നുകാലികളിൽ, ഗോശാലകളിൽ കന്നുകാലിയൊന്നും കാണുകയല്ല. മുന്തിരിയിൽ ചിലപ്പം ഫലമൊന്നും കണ്ടെന്ന് വരികയില്ല. അത്തിയിൽ ഫലമൊന്നും കണ്ട, പക്ഷെ ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ദാവീദും അങ്ങനല്ലയോ? 4-ന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. 4-ന്റെ ഹെഡിങ് അപ്പൊ വായിക്കണ്ട. 7-ാം വാക്യം വായിച്ചോ. 4-ന്റെ 7 എല്ലാം വായിക്കാൻ നേരമില്ല. ധാന്യവും മീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം കേട്ടാൽ സന്തോഷം ഉണ്ടാകും. നിരാശ മാറും, ഭീതി മാറും, ചിത്തഭ്രമം മാറും, സന്തോഷമുണ്ടാകും. ആ സന്തോഷം ലോകക്കാർക്ക് ലഭിക്കുന്ന സന്തോഷമല്ല. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും. ലോകക്കാർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോഴാ സന്തോഷം, ഇല്ലയോ? അതെ. അല്ല, കൊപ്രായിക്ക് വില കൂടി, സന്തോഷമാണ്. ഏലക്കായ്ക്കും കൂടി. കുരുമുളക് കിട്ടാനില്ലെങ്കിലും നല്ല വിലയാ. കാപ്പിക്കുരുവിനും നന്നായിട്ട് കൂടി. ഇതൊക്കെ അവർക്ക് വലിയ സന്തോഷമായി, ഇത് വില കൂടുന്നത്. റബ്ബറിൻ്റെ വില കൂടി. ഒട്ടുപാലിനും നല്ല വിലയാണ്.
അതുകൊണ്ട് ചാകാറായ വല്യപ്പന് ഒട്ടുപാല് പറിച്ച് കിടക്കുക. എവിടെയെങ്കിലും കുത്തിയിരുന്ന് വേദവത്തം വായിച്ച് പ്രാർത്ഥിക്കല്ല, പുള്ളിയും മടിയും കുത്തി. അപ്പോൾ ലോകക്കാർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ വലിയ സന്തോഷമാണ്, ഭൗതികം. വലിയൊരു വീട് വെക്കുമ്പം അത് തെറ്റാന്നല്ല, സന്തോഷമാണ്. പിള്ളേർ പേർഷ്യയിൽ പോയി, സന്തോഷമാണ്. പിള്ളേരുടെ കല്യാണം കഴിഞ്ഞ് അമേരിക്കയ്ക്ക് പോയി, സന്തോഷമാണ്. ലോകക്കാർക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് സന്തോഷം. എന്നാൽ ഒരു ദൈവ പൈതലിന് സന്തോഷം ഇതൊന്നുമല്ല. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തില്ല. ആ സന്തോഷം യേശു രക്ഷിതാവായി നമ്മുടെ അകത്തേക്ക് വന്നു, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. മൂത്താമകൽ ഉപദേശിയാ പാടിയത്, ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോൽ കാണാവതല്ലാത്തോരാനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോൽ കാണാവതല്ലാത്തോരാനന്ദമേ. ഈ മൺശരീരം ഉടയുന്ന നേരത്ത് പിൻശരീരം നമുക്കേകിടുമേ. അല്പകാലം കൂടെ താമസിച്ചിടുകിൽ ആത്മപ്രിയൻ മുഖം മുത്തിടാം. എപ്പോഴും സന്തോഷം, സന്തോഷം നൽകുന്ന ആനന്ദമേ, പരമാനന്ദമേ. എപ്പോഴും സന്തോഷം, സന്തോഷം നൽകുന്ന ആനന്ദമേ, പരമാനന്ദമേ. അപ്പൊ ദൈവമക്കൾക്ക് സന്തോഷം ആമേൻ ആത്മീക വിഷയത്തിലാണ്. അതെ, ഒന്ന് രണ്ട് ഉദാഹരണം വചനത്തിൽ നിന്നാണല്ലോ. ഒന്ന് രണ്ട് ഉദാഹരണം നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. ഞാനൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ പറയുമ്പോൾ ഇതായിരുന്നു, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊന്ന് ഓർപ്പിച്ച് തരിക. നമുക്കങ്ങനെ സന്തോഷം, ഒരു ദൈവത്തിന് സന്തോഷം വരുന്ന പല നിലകളില്ല. ഒന്ന് രണ്ട് കാര്യം പറയാം വചനത്തിൽ നിന്ന്. ഈ പൗലോസും ശീലാസും എല്ലാം തുയതൈരക്കാരി സഹോദരിയുടെ ആ ദേശത്ത് വന്ന് ഫിലിപ്പിയിൽ വന്ന് വചനമെല്ലാം പറഞ്ഞു. ലുദിയ അങ്ങ് രക്ഷിക്കപ്പെട്ടു. പിന്നീട് വെളിച്ചപ്പാടത്തിക്കാരുടെ ഭൂതവും പോയി, അവരുടെ ലാഭവും പോയി. അന്ന് മുതൽ പ്രശ്നമായി. ഇവരെ കാരാഗൃഹത്തിൽ കൊണ്ടിട്ട് അടിച്ച് ഉപദ്രവിച്ച് പീഡിപ്പിച്ചു. പക്ഷെ അവർ തളർന്നില്ല. അർദ്ധരാത്രിക്ക് ബാക്കിയൊക്കെ മനപാഠമാണ്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാടി. ഞാൻ ഇന്ന് നമ്മുടെ ചർച്ചിലോട്ട് വന്നപ്പം ഞാൻ രസകരമായി പറഞ്ഞതാ, പിണങ്ങരുത്. അപ്പോൾ അവിടെ പാടുന്നു, ഉച്ചയ്ക്ക് പാടുക. പിന്നെ ഉച്ചയ്ക്കൊരു പാട്ട് പാടിയല്ലോ അപ്പോസ്തലർ രാത്രി കാലേ. ഞാൻ പറഞ്ഞു പകൽ 11:00 പാടുക. അപ്പോസ്തലർ പാട്ട് തെറ്റാന്നല്ല, നല്ല പാട്ടാണ്. പക്ഷെ നമ്മൾ പാടുന്നത് നാട്ട് ഭയങ്കര ചൂടാണ്. അന്നേരം നമ്മൾ പാടുക അപ്പോസ്തലർ രാത്രി കാലേ. അന്നേരം തള്ളയിരുന്ന് പോഞ്ഞ് ഇടപാട് തീരുക. കുഴപ്പമില്ല. അപ്പം ഇവർ രാത്രി പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു. എന്തിനേറെ ചങ്ങലയെല്ലാം അഴിഞ്ഞു, വലിയ പ്രശ്നമായി. കാരാഗൃഹ പ്രമാണി ആത്മഹത്യ ചെയ്യാൻ നോക്കി ഇവരെ കാണാഞ്ഞിട്ട്. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഒന്നും ചെയ്യരുത്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഉണ്ട്, നീ എന്തിനാ ചാകുന്നേ? ആത്മഹത്യ പരിഹാരമല്ലല്ലോ. ആത്മഹത്യ പരിഹാരമല്ലെന്ന്, വിഷം കടിക്കുന്ന പരിഹാരമല്ല, റെയിൽവേ പാളത്തിൽ തലവെക്കുന്ന പരിഹാരമല്ല. പരിഹാരം യേശുവിലുണ്ട്, ഉണ്ട്, ഉണ്ട്. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. അത് അനുഭവിച്ചവരും ഇന്ന് രാത്രി ഇരിപ്പുണ്ട്. പൗലോസ് ചോദിച്ചു, നീ എന്തിനാ കൊല്ലാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നത്? ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. എന്തിനേറെ പൗലോസ് സുവിശേഷം പറഞ്ഞു, വചനമെല്ലാം പറഞ്ഞു. കാരാഗൃഹമാണ് രക്ഷിക്കപ്പെട്ടു. ആ കണ്ണിക തീരുമ്പോണ്ട് ദൈവത്തിൽ വിശ്വസിച്ചതിൽ ആനന്ദിച്ചെന്ന്. ആ കണ്ണിക തീരുന്നിടത്ത് വായിച്ചേ മോനെ വായിച്ചേ. ആ കണ്ണിക തീരുന്നിടത്ത് ഏത് കണ്ണികയാണെന്നായിരിക്കും. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഇതാണ് നമ്മുടെ സന്തോഷം. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഇത് ദൈവത്തിൽ വിശ്വസിച്ചിട്ടും വന്നിരിക്കുന്നത് വലിയ സങ്കടത്തോടെ. ഇതുപോലൊരു ചതിവ് അങ്ങനെ ഇരിക്കാതെ, അല്ല ഇവിടെ അങ്ങനെ ഇരിക്കാതെ സന്തോഷിക്കല്ലേ. ചില ഇരിപ്പ് കണ്ട് ഇതുപോലൊരു ചതിവ്. അല്ലല്ല, ഭയങ്കര സന്തോഷമാണ്. അതിനാ ദൈവത്തിൽ വിശ്വസിച്ചു. ഏത് ദൈവം? സത്യദൈവം, നിത്യദൈവം, ജീവനുള്ള ദൈവം, സകലത്തെയും നിർമ്മിച്ച ദൈവം. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ ദൈവം. ഹൈന്ദവ പുരാണമൊക്കെ പഠിക്കുമ്പോൾ ഈ 14 ലോകമുണ്ടെന്ന അതലോ വിതലോ നിതലോ സുതലോ താഴെ മേളിൽ വെക്കാട്ട് ഈ 14 ഉരകില് അങ്ങനെയൊക്കെയുള്ള ചൊല്ലുകളുണ്ട്. 14 24 ആയിക്കോട്ടെ. നീ അത് പറഞ്ഞൊരു അടിയും പ്രശ്നവും വേണ്ട, എത്രയുണ്ടെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം എത്രയുണ്ടെങ്കിലും ഉള്ള സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ
സകല ഭൂതങ്ങൾക്കുമാകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ. ഇത് ചൊല്ലുമ്പോൾ ഒരു ചെറിയ ഡിലേ ഇടണമായിരുന്നു. മോനും എന്താ ഉറങ്ങുകയാണോ? ഞാൻ പറഞ്ഞു തരണോ ഇതൊക്കെ? ഒരു പൊടിക്ക് ഉറങ്ങിപ്പോയോ അതോ? അപ്പൊ ശ്രദ്ധിക്കുക, സകല ലോകങ്ങൾക്കുമാധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കുമാകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറും പെരിയവൻ, ആഗമാകാരന്മാരിലാദമൻ മോസസും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക്. ഇനി തിയോളജിയാ. ഏലൊന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുമാ നാഥൻ ഉപദേശിച്ചിതല്ലോ. ഇലോകി ശദ്ധായി യു യലോകി അഠോണായി ബിലോപമെന്യേ യാഗ്വേ യഹോവ യാഗെന്നെല്ലാം. ഇപ്പം സാറിന് പിടികിട്ടി. സാറിന് പിടികിട്ടണമല്ലോ. ഇലോകി ശദ്ധായി യു യലോകി അഠോണായി ബിലോപമെന്യേ യാഗ്വേ യഹോവ യാഗെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടൂ. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും മർത്തിക്കും, ഞാൻ ദൈവത്തെ പറ്റിയായി ചൊല്ലുന്നത്, ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും മർത്തിക്കലും കൂടസ്ഥൻ നിജേഷകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും പുഷ്പ കാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ. അല്ലായെങ്കിൽ അതീശനെ മാനുഷരെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സ്വീയമാമക തത്വബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവമയൽപ്പു നിജാത്മാനം കാരണം വിനാകാര്യനോത്പത്യത എന്നുള്ള സ്വീയമാം മകത്വത്വമറിഞ്ഞ് അനാസ്തികർ പൂരിതപാപരായി ചരിക്കും ബോധം തന്റെ കാരുണ്യവർഷമീശനവരിൽ ആശ്രിത മന്ദാരമാം ഈ പരന്റെ പാദം ആശ്രയിച്ചിടുന്നവർക്ക് ഏവർക്കും അനുഗ്രഹം. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസറായ ഒരു ശിംശോൻ 1000 ഫെലിസ്ത്യരെ കാശിനീ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ളൊരു സപ്തസപ്തിയൻ കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ, നമസ്തേ കൃപാർണവ, നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ നദജനപാലന പാരായണ. മോശകിന്നാവിന് നീ പ്രവൃത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായിട്ടൊന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ ഊഴിക്കും നിർമ്മാതാവേ. ഓ, അതാ ദൈവം. ആരോട് പറയാൻ? നാളെ ചൊല്ലിയപ്പോൾ ഒരമ്മ പറഞ്ഞ് ഹിന്ദുമാർഗത്തിൽ നിന്ന് വന്നതിലെ എൻ്റെ ബന്ധനങ്ങൾ ഇനി അഴിയാനുണ്ടെന്ന് പറഞ്ഞു. തള്ളക്ക് യാതൊരു വെളിവുള്ള തള്ളയല്ല. അതിൻ്റെ ബന്ധനങ്ങളാന്ന് പറഞ്ഞത് മുഴുവൻ. ബോംബെയിലൊരു വട്ടനുണ്ട്, പുള്ളിയും പറയും ഇതൊന്നും പറയണ്ടെന്ന്. ഏക വട്ട. ഞാൻ ദൈവത്തെ പറ്റിയായി ചൊല്ലിയത്. അതാ ദൈവം. ഈ കാണുന്ന അണ്ടകടാകത്തെ ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെ ഈ നക്ഷത്ര മണ്ഡലങ്ങളെ അയ്യോ ഇപ്പോഴും മുദ്രയിട്ട് വച്ചിരിക്കുക, പൊട്ടിച്ചിട്ടില്ല, അറിയത്തുമില്ല. ബാക്കിയെല്ലാം കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ വാരി വെതറി ഇങ്ങോട്ടിട്ടിരിക്കുകയല്ലോ. ഈ കാണുന്ന അണ്ടകടാകം ഇതൊക്കെ ചിന്തിച്ചാൽ ഭ്രാന്തുണ്ടാകുമെന്ന മാലുണ്ടാം. ഇതിന് ചൂട് കേവലം ചിന്തിക്കലും. ഇത് ചിന്തിച്ച അസുഖം. ഓൾറെഡി നമുക്ക് അസുഖം ഉള്ളതുകൊണ്ട് ഇനിയും ചിന്തിക്കണ്ട. ഇനി അത് ചിന്തിച്ച് വേറെ അസുഖം കൂടെ വരുത്തണ്ട. ഇതൊക്കെ ചിന്തിച്ചാലേ ബ്രഹ്മാണ്ടം കോടിടാണ്ടം പ്രകടിത ഘടകം തൽപ്പലാണ്ടം തൃണാണ്ടം പണ്ടം പണ്ടം ഡിംബാഡിംബണ്ടകടകടിംബം. ഈ കാണുന്ന അണ്ടകടാകമേ. ഹരിനാമകീർത്തനത്തിൽ ഒരു പ്രയോഗം എടുത്തച്ഛനെഴുതി, നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ട് കൈതൊടുത് രക്ഷിക്കയൻ അടിമ. പണ്ട് ചൊല്ലിയിട്ടുള്ളതാ. നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്ന അളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ട് കൈതൊടുതു. പണ്ട് ചൊല്ലിയിട്ടുള്ളതാ. അപ്പൊ ഈ കാണുന്ന സകല നക്ഷത്രമണ്ഡലങ്ങൾ, ഈ ആകാശ ഗംഗ, അയ്യോ ചിന്തിച്ചാൽ അന്തം വിടുക.
വേറെ ഗോളത്ത് ചെന്ന് ഭൂമിയോട്ട് നോക്കിയാൽ ഒരു ചെറിയ പൊട്ട് പോലെ. ഈ ഭൂമിയെ വിഴുങ്ങാൻ പാകത്തിന് വേറെ ഗോളമുണ്ട്. അതിന് പലതിനെ വിഴുങ്ങാൻ പറ്റുള്ള വേറെ ഗോളമുണ്ട്. നമ്മുടെ ദൈവം അത്രയും അമ്പരത്തിൽ ഈ നിർമ്മല ഗോളങ്ങളെ സംസ്ഥാപിച്ചിരിക്കുന്ന ദൈവം. ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകെ 28,000 പരിണാകം. 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണിയിട്ടുള്ള നക്ഷത്രമാകമാന സൂക്ഷ്മമായ 60 കോടി അന്നെണ്ണിയപ്പം. ഇപ്പോഴും പുതിയത് കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ഈ അണ്ടകടാകത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവം, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചെന്ന്. അതാ ആനന്ദം. എന്താ വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഈ വലിയവനായ ദൈവത്തെ കണ്ടിച്ച് പിന്നെ ഇരിക്കുക തത്ത ചത്ത കാക്കാലനെ പോലെ. മനസ്സിലായില്ല? തത്ത ചത്ത കാക്കാലൻ. തത്തയെ വെച്ചല്ലേ ലക്ഷണം പറയുന്നത്. തത്തയായിട്ട് രാവിലെ വന്നിരിക്കും, കൂട് ചീട്ടുണ്ട്, വന്നിരിക്കുമ്പോൾ തത്ത അങ്ങോട്ട് എടുത്ത് നോക്കി, പിന്നെ കൊമ്പനുണ്ടല്ലയോ, കണവൻ ഇടഞ്ഞു നിൽക്കുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കാശ് കൊടുക്കും. തത്തയെ വെച്ച ആ കാശ് ഒരു ദിവസം രാവിലെ വന്നപ്പം കൂട്ടിനകത്ത് തത്ത ചത്ത് കിടക്കുന്നു. പുള്ളി അങ്ങ് സങ്കടമായിപ്പോൾ, ദൈവമേ തത്ത ചത്തല്ലോ എന്ന് പറഞ്ഞ പോലെ നിങ്ങളിരിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിച്ചതിൽ ആനന്ദിക്കണ്ടേ? സ്തോത്രം. അതാണ് നമ്മുടെ സന്തോഷം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് സന്തോഷമുണ്ട്. പക്ഷെ നമ്മുടെ സന്തോഷം എന്നാണെന്നറിയാമോ? ഈ ആയുസിൽ സത്യദൈവത്തെ, നിത്യദൈവത്തെ, ഏകദൈവത്തെ, സാക്ഷാൽ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ, ഇന്നും ജീവിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും ആരാധിക്കുവാനും അംഗീകരിക്കുവാനും നമുക്ക് ലഭിച്ച ഭാഗ്യം. അതാണ് നമ്മുടെ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യോഗത്തിന് വരുമ്പോൾ, യോഗം കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ നല്ല സന്തോഷത്തോടെ പോകണം. ചിലതിൻ്റെ വരവും പോക്കും കണ്ട ഉള്ളവരുടെ സന്തോഷം കൂടെ എന്തുകൊണ്ട് വിശേഷം. ഒന്നാമതും എൻ്റെ നിങ്ങളുടെ മോന്ത നല്ലതല്ല. പിന്നെ ഈ വർത്തമാനം കൂടെ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് അമ്മാമ്മയെ വിശേഷം? ഞങ്ങൾക്കൊക്കെ എന്നെ വിശേഷം, നിങ്ങൾക്കൊക്കെ അല്ലേ? അച്ചായൻ എന്ത് ചെയ്യാൻ? അരിച്ചായൻ അടങ്ങാണ്ട് കാണും. ചെറുക്കന് ജോലി വല്ലതും കിട്ടിയോ? ജോലി കീലി. അവൻ്റെ കാര്യമൊന്നും. മോടെ കല്യാണം കഴിഞ്ഞോ? 3-4 കൂട്ടർ വന്ന് കണ്ടേച്ച് പിന്നെ 4 കൂട്ടരും കൂടെ അവളെ കൊണ്ടുപോകണോ? ഒരു പ്രത്യാശയും സന്തോഷവും ഇല്ലെന്ന്. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? ആടെ കിടക്കുന്നകത്ത് ജാകുകയില്ല. കട്ടില് അമ്മാമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? അസുഖം അതൊക്കെ ഇങ്ങനെ ഉണ്ട്. എന്നെയും കൊണ്ട് നിന്നെയും കൊണ്ട് തന്നെ പോവും. മിക്കവാറും ഇന്ന് രാത്രി പോവും. എന്റെ നേവിന്മേലാ ജീവനും മരണവും. ഒരു ദൈവഭക്തൻ ഇങ്ങനല്ല വർത്താനം പറയേണ്ടത്. വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിന്നോട് ചോദിക്കാം, എന്തുകൊണ്ട് വിശേഷം? കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. സ്തോത്രം. അച്ചായൻ എന്ത് ചെയ്യുക? അച്ചായൻ അവിടെ ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മേരിക്കുട്ടി ഇവിടെ വരാതെ എവിടെ പോകാനാ? എന്നോട് വാറ്റത്തമുണ്ട് കുടുംബമായിട്ട് ആരാധിക്കുമെന്ന്. സ്തോത്രം. ഇതൊക്കെയാ പറയേണ്ടത്. ചെറുക്കന് ജോലി വല്ലതുമായോ? അവന് ജോലി ഒന്നും ആയില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ മേലൊരു ആലോചനയുണ്ട്. ഞങ്ങൾ ദൈവസന്നിധി ഇരിക്കുക, ദൈവം അവന് ജോലി കൊടുക്കും, അവൻ്റെ ഭാവി ധന്യകരമാകും. മോക്ക് കല്യാണം വല്ലതും ആയോ? അവർക്ക് 1-2 കൂട്ടർ വന്ന് കണ്ട്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ ദൈവഗത വല്ല മാറിപ്പോയി. വേറെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കും. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? അമ്മച്ചിക്ക് ഇച്ചിരി ക്ഷീണമായി, എന്നാലും നല്ല പ്രത്യാശ കേട്ടോ. രാവിലെ ഞാനും അമ്മച്ചും കൂടെ പാട്ട് പാടി പ്രാർത്ഥിച്ചാ ഞാൻ ഇങ്ങോട്ട് അടുക്കളയിലോട്ട് കയറി. നല്ല പ്രത്യാശയാ. കൊച്ചമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? എൻ്റെ തങ്കമ്മയെ അസുഖമൊക്കെ ഉണ്ട്. അതൊന്നും ആര് കാര്യമാക്കാനാ? അതൊക്കെ ഉണ്ടല്ലോ. ഞാൻ സ്തോത്രം പറഞ്ഞ് ഓടി നടന്ന് ജോലി ചെയ്യുക. ഇനി അഥവാ പോകുക എന്നേലും വീട്ടിലോട്ടല്ലയോ പോകുന്നേ? ഇതൊക്കെ ഞാൻ ദൈവവൈദ്യത്തിൽ പറയേണ്ടത്. നീ എന്നാലും നിൻ്റെ ആ പമ്മിയുള്ള വരവും നിൻ്റെ ആ പണ്ട് AC ജോർച്ചാനാണ് ഇംഗ്ലീഷിൽ. എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല. AC ജോർച്ചാൻ പണ്ട് പറഞ്ഞെന്നാ പറയുന്നത്, ഒരു സഹോദരനോട് നിൻ്റെ വളിച്ച മോന്ത അടുത്ത ആഴ്ച ഇവിടെ കാണരുതെന്ന്. അതെങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത്? എനിക്കറിയാൻ മേല. മരിച്ചുപോയ നമ്മുടെ AC ജോർച്ചാനെ ന്യൂയോർക്കിലെ അദ്ദേഹം ഒരു അവൻ വലിയ ദോഷക്കാരനാ. അപ്പം അദ്ദേഹം പറഞ്ഞേ അടുത്ത ആഴ്ച നിൻ്റെ വളിച്ച മോന്ത ഇവിടെ. സഭയിൽ നിന്ന് പോകാനൊന്നും പറഞ്ഞില്ല.
നീ ഇങ്ങനെ വളിച്ച മോന്തയായിട്ട് വന്നിരിക്കരുത്. ഇന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നാ സന്തോഷിക്കാൻ കാര്യം? ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുവാനിടയായി. സത്യദൈവത്തെ, നിത്യദൈവത്തെ. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. നാം പാടുക പുതു ഗീതം, മകാത്ഭുതം അവർ ചെയ്തു. നാം പാടുക പുതു ഗീതം, മകാത്ഭുതം അവർ ചെയ്തു. തൻ വല്ലങ്കരവും വിശുദ്ധ ഭുജവും വിജയം നേടി. തൻ വല്ലങ്കരവും വിശുദ്ധ ഭുജവും വിജയം നേടി. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? ആമേ. നമ്മുടെ ദൈവത്തെ പോൽ ദൈവം ആരുള്ളൂ? കർത്തനിൻ തിരുകൺകൾ പൂവെങ്ങു ഉലാവും. കർത്തനിൻ തിരുകൺകൾ പൂവെങ്ങു ഉലാവും. തൻ ഭക്തന്മാർക്കായി ബലമഖിലവും വെളിപ്പെടുത്ത. തൻ ഭക്തന്മാർക്കായി ബലമഖിലവും. അമ്മ നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാ. അവിടുന്ന് സത്യദൈവമാ, നിത്യദൈവമാ, ഏകദൈവമാ, സാക്ഷാൽ ദൈവമാ. അപ്പൊ നമുക്ക് സന്തോഷം വരുന്നത് ദൈവത്തിൽ വിശ്വസിച്ചതില്ല. ഒരു കാലത്ത് ദൈവമില്ലാതെ നടന്നവരാ ഞാനും നിങ്ങളിൽ പലരും. അതെ, ഗലാത്യർ 4:8 വായിച്ചു. നേരത്തെ അങ്ങനെയായിരുന്നു, അറിവുള്ള വാക്യമാ, എന്നാലും ഒന്ന് വായിച്ചു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ ആ കണ്ണിക, ഒരു കണ്ണികയുണ്ട്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ട് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുവിരിക്കുക. നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഭയപ്പെടുന്നെന്ന്. വാക്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് വിവരിക്കണ്ട. എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ദൈവത്തെ അറിയാതെ, സത്യദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. സ്വഭാവം വെച്ച പലതും ദൈവമല്ല. ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ദൈവം കളിക്കുക. പെണ്ണുങ്ങൾക്ക് ആ കാശ്. കോട്ടയത്തുണ്ടായിരുന്ന ഒരു ദൈവം, ശാന്തമ്മ ദൈവം. പേര് പോലും ഒരു സുഖമില്ല. ശാന്തമ്മ ദൈവത്തിന് അതിൻ്റെതായ ഒരു പകിട്ട് വേണ്ടേ പേര് പറയുമ്പം? ശാന്തമ്മ. ഒരിക്കൽ ഞാൻ കോട്ടയത്ത് സ്ഥലപ്പേര് മറന്നു, കോട്ടയത്തിനടുത്ത് ഇല്ലിക്കൽ എന്നപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞൊരു വീട്ടിൽ പോവാ പ്രാർത്ഥനയ്ക്ക്. എവിടാ സ്ഥലം പറഞ്ഞപ്പോൾ ദൈവം തങ്കയുടെ വീട്ടിലാണെന്ന്. തങ്ക, ഒരു പേരൊരു സുഖമില്ല. ദൈവം തങ്ക, ബാബു ദൈവം, ഒരു സുഖം വേണ്ടേ പേര്? ബാബു ദൈവം. ഈ ഏരിയ വേറെ ഉണ്ടോ? ഇപ്പൊ പിന്നെ പേരൊക്കെ ഇപ്പം മാറ്റുന്നുണ്ട്. വേണ്ടെന്നോർത്താ. പേരിനൊരു സുഖം വേണ്ടേ? എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, നമ്മുടെ കാര്യമാ ദൈവത്തെ അറിയാതെ, ഏതാ സത്യദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. പലരും സ്വഭാവം വെച്ച് നോക്കിയാൽ ദൈവം അല്ല. ദൈവത്തിന്റെ സ്വഭാവ ശ്രേഷ്ഠതയുണ്ട്, വൈശിഷ്ട്യമുണ്ട്. ഒന്ന്, അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാ. അവിടുന്ന് സർവശക്തനാ, അവിടുന്ന് സർവവ്യാപിയാ, അവിടുന്ന് സർവജ്ഞാനിയാ, അവിടുന്ന് സർവത്തിന്റെ അധികാരമുള്ളവനാ, അവിടുന്ന് സർവത്തെ സൃഷ്ടിച്ചവനാ, സർവത്തെ നിയന്ത്രിക്കുന്നവനാ. അതാ ദൈവം.
ചാത്തമ്മയ്ക്ക് വല്ലോ ഇതുണ്ടോ? ബാബുവിന് വല്ലോ? ശ്യാമള ദൈവം. ശ്യാമളയും ബാബുവും താങ്കയും ചാത്തമ്മയും ഒന്നും ദൈവമല്ല. മത്തായി ഇവരാരും സ്വഭാവത്താൽ ദൈവമല്ല. അതിനാ ഇന്നാള് കേട്ടു ദൈവം ഐസിയുലാന്ന്. അയ്യോ, അപ്പൊ ഒരാൾ ചോദിച്ചു എങ്ങനുണ്ട് ദൈവത്തിന്? ഒരു ചെറിയ അനക്കം ഉള്ളെന്ന്. അയ്യോ, വേറൊരാൾ പറഞ്ഞു ദൈവം ഇപ്പം വെളിയിൽ ഇറങ്ങില്ല, കോവിഡ് ആയതുകൊണ്ട് ദൈവത്തിനും. പിന്നെ ഒരു ദിവസം TV കണ്ടു, മാസ്ക് വെച്ച് ദൈവം വെളി വന്നു. നിങ്ങളാരും ഇതൊന്നും കണ്ടും കേട്ടുമില്ലല്ലയോ? അതോ ഞാൻ മാത്രം ഇത് കാണുന്നുള്ളൂ? മാസ്ക് വെച്ചൊരു ദൈവം, വേറൊരു ദൈവം ഇഞ്ചക്ഷൻ എടുത്ത് 3 പ്രാവശ്യം കോവിഡ് വരാതിരിക്കാൻ. എങ്ങനുണ്ട്? ദൈവത്തിന് ശ്വാസം മുട്ടലാന്ന്, പൊടി അടിച്ചതാ. എന്തോ ദൈവമാ? അയ്യോ, അവിടുന്ന് ജീവനല്ലയോ? ദൈവം നിത്യജീവനാ. ആദികളൊടിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. ആദികളൊടിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതിവഴിയിൽ എന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ, ജീവനായകനെ മനുവേലൻ, ജീവനായകനെ മനുവേലൻ, ജീവ ഞാനവനും അവൻ എനിക്കവനും, പിന്നെ ഞാനവനൊഴികെ മറ്റാരെയുമേ. ഞാനവനും അവൻ എനിക്കവനും, പിന്നെ ഞാനവനൊഴികെ മറ്റാരെയുമേ. ന്യൂനമറിയുന്നതിൽ എനിക്കവൻ എല്ലാമായവൻ, ജീവനായകനെ മനുവേലൻ, ജീവനായകനെ മനുവേലൻ, ജീവനായകനെ. അപ്പൊ അവിടുന്ന് നിത്യജീവനാ, സത്യദൈവമാ, ഏക ദൈവമാ. ഞാൻ വിവരിക്കുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട്. എടുത്ത വാക്യത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ പറയണമല്ലോ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സന്തോഷം വരാൻ കാര്യം ദൈവത്തിൽ വിശ്വസിച്ചതിൽ. അതാ സന്തോഷം. വീട് ചെറുതായിരിക്കും, പക്ഷേ സന്തോഷമുണ്ട് ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. നിങ്ങൾ എല്ലാവരുടെയും കാര്യം വെച്ചാൽ ഒരു വലിയ വീടൊക്കെ അങ്ങ് പണിത് വെച്ചിരിക്കുക, ഭയങ്കര വീട്, 2-3 നില മാർബിള്, ഇറ്റാലിയൻ മാർബിള്, ഗ്രാനൈറ്റ്, രാജസ്ഥാൻ മാർബിള്, നല്ലതാ. കാശും സാവകാശം കൊണ്ടേ പണിതോ. അത് പൊളിക്കുമൊന്നും വേണ്ട. ഇന്ന് രാത്രി ഉണർവ് ഗ്രഹിച്ച് അവിടെ ചെന്ന് പൊളിക്കരുത്. പണിതോ. കിച്ചണ്, വർക്ക് ഏരിയ, ഒരു വർക്കും നടക്കുന്നില്ല എന്നുള്ളതാ വേറൊരു വിഷയം. 1 കിലോ മോര് കാച്ചി വെച്ചിട്ട് 3 ആഴ്ചയായി. ചൂടാക്കി കുഞ്ഞുഞ്ഞുണ്ടൊക്കെ പുള്ളിയും കുടിച്ചൊരു കുടച്ചിലും. വർക്കൊന്നും നടക്കുന്നില്ല, എന്നാലും വർക്ക് ഏരിയ ഉണ്ട്. ബാൽക്കണി, സിറ്റ് ഔട്ട്, കാർ പോർച്ച് എല്ലാം ഉണ്ട്. 4-5 ബാത്റൂം. കുളിക്കുകയല്ല ചിലര്. ബാത്റൂം എല്ലാം പണിത്. ഞാനൊരു വീടിൻ്റെ വാതിൽക്ക് കൂടെ റോഡിൽ കൂടെ പോയപ്പോൾ 2 പേര് സംസാരിക്കും, ഉറക്കെ പറഞ്ഞുകൊണ്ട് കേട്ടു. ഒരു തള്ള മറ്റേതിന് ഒത്തിരി നാൾ കൊണ്ട് കഴിഞ്ഞ ദിവസം ഒന്ന് കുളിച്ചെന്ന് തല കഴുകിയെന്ന്. ആയിക്കോട്ടെ, ഒത്തിരി നാൾ കൂടിയിരുന്ന് അസുഖം കൊണ്ടാണെന്നോ എന്തോ എനിക്കറിയാൻ പറ്റും. എന്തായാലും തള്ള പറഞ്ഞതാ. എങ്ങനെയുണ്ട്?
മിക്കതും വെളുപ്പിനെ പള്ളിയിൽ പോകുന്നത് മിക്കതും കുളിച്ചിട്ടൊന്നുമല്ല, ആടമൂടെ പുതച്ചിങ്ങനെ പോകുന്നതേ ഉള്ളൂ. ആണെന്ന് ചിരിക്കാൻ പറഞ്ഞതല്ല. അതേസമയം ആ കാര്യത്തിൽ ഞാൻ ബഹുമാനിക്കുന്ന ഹൈന്ദവ സ്നേഹിതരെയാ, കുളിക്കാൻ അമ്പലത്തിൽ പോവുകയല്ല. എൻ്റെ വല്യമ്മച്ചി കൊണ്ട് ഇപ്പം 107 വയസ്സുണ്ട്, വെളുപ്പിനെ കുളിക്കും. അല്ല കുളിക്കാതെ നനയ്ക്കാതെ തള്ള അടിച്ചു നടക്കുകയല്ല. നമുക്ക് പിള്ളേർ അമേരിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കുളിച്ചില്ലല്ലോ എന്നാ, മനസ്സിലാകുന്നില്ലേ? ആട്ടെ, നമ്മുടെ വിഷയത്തിൽ വരാം. വെറുതെ ഇതിന് അലോഗ്യം ഉണ്ടാക്കുന്നേ. ശുചിത്വം അത് അത്യാവശ്യമാണ്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിക്കണം. വീടടക്കം ആനന്ദിക്കണം. അതാണ് നമ്മുടെ സന്തോഷം, ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗമെല്ലാം അങ്ങ് വിടുക, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം എൻ്റെ ഹൃദയത്തിൽ. നമ്മുടെ സന്തോഷം ഇതായി, ദൈവത്തിൽ വിശ്വസിച്ചു. ഇനി അടുത്തത് സന്തോഷിക്കാൻ രണ്ടാമത്തെ കാരണം. ഒന്ന്, ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടത് ആ സന്തോഷം. ദൈവത്തിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 10:9 അനുസരിച്ച് റോമാലേഖനം. ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായി കൊണ്ട് ഏറ്റു പറഞ്ഞു, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്തു. അതാ വലിയ സന്തോഷം. വലിയ വീടായതുകൊണ്ടൊന്നും സന്തോഷം വരികയല്ല. വലിയ വീടൊക്കെ പണിത് ഒരു സന്തോഷമില്ലല്ലോ. വലിയ വീട്ടിലെ കൊച്ചമ്മ ഇരിക്കുക, കസേര നിറച്ച്, കുറ്റം പറയുകയല്ല, കസേര നിറച്ച് ഒരു സന്തോഷം. നമ്മളിലേക്ക് എന്തുകൊണ്ട് വിശേഷം? പിള്ളേരൊക്കെ വിളിക്കുന്നുണ്ടോ? എന്തോ കഴിച്ചു, അവള് കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേലക്കാരി. ഇനി ചൂടാക്കാനുള്ള പോക്ക് എങ്ങനെയാണെന്നറിയാമോ? മനസ്സിലാകുന്നില്ലേ? എന്നെ പറഞ്ഞ പിടിച്ചോണ്ടൊക്കെ വാക്കണം. വല്യപ്പനും വലിയ എഴുന്നേക്കാനും മേല, ഒരു സന്തോഷവും ഇല്ല. വലിയ വീടാ, ചുറ്റുപാടാ, വാല് മുറിച്ച 2 പട്ടി, 2 വണ്ടി പുതപ്പിച്ചിട്ടുണ്ട്, ആഴ്ചയിൽ ഒന്ന് കയറി ഇറപ്പിക്കും. 50,000 സാരി പിള്ളേരുടെ കല്യാണത്തിനൊക്കെ മേടിച്ച് അതിൽ അടുക്കി വെച്ചിട്ടുണ്ട്, ഒരു സന്തോഷവും ഇല്ല. ഫ്രിഡ്ജ് തുറന്നാ മുട്ട താഴെ, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ യാതൊരു സന്തോഷവും. യോഗത്തിന് വന്നത് പിണങ്ങരുത്. അതേസമയം ചിലരെ എനിക്കറിയാം, റോഡ് പണിക്ക് പോകുന്ന സഹോദരി, റബ്ബർ വെട്ടാൻ പോകുന്ന സഹോദരി, മറ്റ് വീട്ടുവേലയ്ക്ക് പോകുന്ന ചില സഹോദരിമാർ, അന്തസ്സുള്ള പണിയാണ് ചില പറഞ്ഞ പുള്ളിക്കാരി ഇങ്ങനെ അടുക്കളപ്പണി. അയ്യോ, നല്ല പണിയല്ലേ അടുക്കളപ്പണി? അതെ, ഒരു പണിയും ചെയ്യാതിരിക്കുന്ന നിന്നേലും നല്ലതാ. അതെ, അടുക്കളപ്പണി നല്ലതല്ലേ? പക്ഷെ അങ്ങനെ പോകുന്ന ചില സഹോദരിമാരുടെ സന്തോഷം, 50,000 സാരി ഒന്നുമില്ല, സ്വപ്നം കാണാൻ പോലും ഒക്കത്തില്ല. പക്ഷെ 350 കൊടുക്കുന്നെങ്കിൽ നല്ല പത്തി പറക്കം പോലെ ആത്മാവിൽ നിൽക്കുന്നേ. എന്തോ സന്തോഷമാ. അല്ലേലിയ പറയാൻ പറ, അല്ലേലിയ എന്നാ പറയുന്നേ. മറ്റേ തള്ള ഇത്ര പൊങ്ങുള്ളൂ, വയ്യ അതിന്. എന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്. നാളെ യോഗമില്ലല്ലോ, ഞാൻ കരുതിക്കൂട്ടിയാണ് നിൽക്കുന്നത്. ദൈവത്തിന് മഹത്വം. വലിയ വീട് വെച്ചാലൊന്നും സന്തോഷം വരികയല്ല. വീട് തെറ്റാന്നല്ല, വിലയേറിയ വണ്ടി എടുത്തത് കൊണ്ടും സന്തോഷമില്ല. ആ വണ്ടിക്കകത്തോട്ട് കയറി ഇറങ്ങി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്, മുഖമൊന്നും തെളിയുന്നില്ലല്ലോ. വണ്ടി ഓടി, പക്ഷെ ഒരു സന്തോഷവും. എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ മേളിൽ കയറിയിട്ട് ഒത്തിരി വർഷമായിരുന്നു, വലിയ വീടാ. ഞാൻ പിന്നെ ആരെ കയറുന്നത്? അവള് കയറും, വേലക്കാരി. അവള് നല്ല ചടികടാന്നാ. എന്നിട്ട് താഴെ നിൽക്കുന്നു, ഇടി ഇല്ല അലമാരി തുറന്നു നോക്കാൻ. തള്ളയുടെ അലമാരി അവർക്ക് പോലും തുറക്കാൻ. അപ്പം വീടും വണ്ടിയും വസ്തുവും ഒന്നും അല്ല വിഷയം. ദൈവത്തിൽ വിശ്വസിച്ചതിൽ ആ സന്തോഷം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടത് ആ സന്തോഷം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി, അതാ സന്തോഷം. സന്തോഷിക്കാൻ രണ്ടാമത്തെ കാര്യം, വചനത്തിൽ നാമ കുഴപ്പമില്ല. ശമരിയായി ഭയങ്കര ശുശ്രൂഷ നടക്കുമ്പോൾ പീലിപ്പോസിനോട് പറഞ്ഞു, ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്തേക്ക് പോകാൻ. പോയി, തേര് വരുന്നു, ചേർന്നു, കയറി അവിടെ ആരായിരിക്കും? ഷണ്ണനെ എന്തോടുക്കുകയെന്ന് ചോദിച്ചു. ഞാൻ ആ ഭാഗത്ത് പിന്നെ വരുന്നുണ്ട്. വായിക്കുക, ഗ്രഹിക്കുന്നുണ്ടോ? ഓ, വായിച്ചു വിടുന്നതല്ല, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്തിനേറെ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയി ഷണ്ണൻ പറഞ്ഞു, വെള്ളം എന്നെ ദാഹിക്കുന്നു. അല്ലല്ല, സ്നാനം. എന്തിനേറെ ഭാഗത്ത് ഞാൻ പിന്നെ വരാം, എങ്കിലും കയറി പറയുക. മുക്കി കഴിഞ്ഞപ്പോൾ ദൈവമേ വെട്ടിനകത്ത് വീണല്ലോ എന്നല്ല,
സന്തോഷിച്ചു പോയെന്ന് എഴുതിയേക്കുന്നത്. അങ്ങനെയല്ലയോ ദൈവദാസനെ? വായിച്ചേ. അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. അതാ സന്തോഷം. നമുക്ക് സന്തോഷം ലഭിക്കുന്ന വിഷയങ്ങൾ ഇതാ. ഒന്ന്, രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ സന്തോഷമാണ്. രണ്ട്, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ സന്തോഷമാണ്. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, അത് സന്തോഷമാണ്. അല്ല സ്നാനപ്പെട്ടച്ച് കരഞ്ഞും കൂവിയും നടക്കരുത്. എന്തോ അമ്മാമ, ഓ ഞാൻ അങ്ങ് പെട്ടുപോയി, അതിന് ഓ എല്ലാം അങ്ങ് ഊരി. അയാളൊരു വല്ലാത്ത പാസ്റ്റാ, ഊരിയില്ല, അയാൾ കിടന്ന് അലയ്ക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് കല്യാണത്തിന് പോകുമ്പോൾ മാത്രം ഒന്ന് മിണ്ടുന്നില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മഴത്തുള്ളിക്കമ്മൽ മാറ്റി വെച്ച് നക്ഷത്രക്കമ്മൽ ഇടുന്നതല്ല. മനസ്സിലായി? ഞാൻ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് മനസ്സിലാകും. അത് കമ്മലിൻ്റെ പേരാ, നക്ഷത്ര കമ്മലും. മനസ്സിലായോ? മഴത്തുള്ളി കണ്ടിട്ടുണ്ടോ? ഇല്ല. ആട്ടെ. മാനസാന്തരം ഇങ്ങനെ ഇരിക്കുന്ന മീശ താഴോട്ടാക്കുന്നതല്ല. നേരത്തെ കൊമ്പൻ, ഇപ്പം അത് മിണ്ടുന്നില്ല. ഞാൻ പിന്നെ വരുന്നുണ്ട്, പോകരുത്, അവിടെ നിൽക്ക്. അയ്യോ, സ്നേഹപ്പെട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷിച്ചാ പോയത്. അതാ സന്തോഷം. രക്ഷിക്കപ്പെടുന്നത് ആ സന്തോഷം. സ്നാനപ്പെട്ടാൽ സന്തോഷം വർദ്ധിക്കുക. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. നിങ്ങൾ വിശ്വാസത്തിലാണോ? പിന്നെ നേരത്തെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അയ്യോ, ഉണ്ടെന്ന് പോലും ഞങ്ങൾ ഉടനെ തന്നെ തമ്പേറെടുത്തോ തല്ലിപ്പൊട്ടിക്കാന്നല്ല പറഞ്ഞേ. സ്നാനം ഏതായിരുന്നു? ഉപദേശങ്ങൾ പറഞ്ഞ് തെളിയിച്ചു. ഒടുവിൽ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. അവർ അന്യഭാഷ പറഞ്ഞു, പ്രവചിച്ചു. അവർക്കും വലിയ സന്തോഷമുണ്ടായി. എഫേസ്യ ലേഖനം കൂടെ ചേർത്ത് പഠിച്ചെങ്കിലേ പിടികിട്ടുള്ളൂ. എഫെസോസിലെ സംഭവമാണല്ലോ. ചേർത്ത് പഠിക്കുമ്പോൾ സന്തോഷമാണ്. സ്തോത്രം, സന്തോഷമാണ്. കർത്താവും പറഞ്ഞല്ലോ, വചനത്തിൽ ഉണ്ടല്ലോ, ആമൻ സ്വത്ത് ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവും ഒന്നുമല്ല, ആമൻ നീതിക്ക് സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പാടി, ആമൻ ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടു കൂടെ സമൂഹമെത്തിയ ദൈവാലയത്തിൽ ചെന്നതോർത്ത് സങ്കടപ്പെട്ടെന്നല്ല, സന്തോഷിച്ചെന്നാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ നെഞ്ചുവേദന വന്നെന്നല്ല, പിന്നെയോ സന്തോഷിച്ചെന്നാ. കാരണം ഇതിനകത്ത് അതിന് ആലയത്തിൽ വന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 14 അധ്യായത്തിൻ്റെ 26 പഠിക്കുമ്പോൾ ആലയത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. വായിച്ച്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 14 അധ്യായം 26 വലത്ത് വശത്ത് താഴെ ഒരു കണ്ണിക വായിര്. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്. അന്യഭാഷ ഉണ്ട്, നിന്നിട്ടില്ല, ഉണ്ടെന്ന്. ഇത് പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. അപ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കാൻ കാരണം, ഒന്ന്, രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സന്തോഷമാണ്. രണ്ട്, ആമ സ്നാനപ്പെടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അഭിഷേകം പ്രാപിക്കുമ്പോഴും ആ സന്തോഷമാണ്. ഒരു കാര്യത്തോടെ സന്തോഷിക്കുന്ന കാര്യം, അതെല്ലാവർക്കും സന്തോഷം വരുമോ എന്നുള്ളത് അല്പം ചിന്തിക്കേണ്ടി. ഇതൊക്കെ പിന്നെ ഇച്ചിരി സന്തോഷം വരുന്ന കാര്യമാണ്. പക്ഷേ ഇനിയും പറയുന്ന കാര്യം എല്ലാവർക്കും സന്തോഷം വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്നാ അത് പറയാം. അവിടെ ഇങ്ങനെ അടിച്ചേക്കുന്നേ, അപ്പോസ്തലന്മാരെ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിരുന്ന മുടന്ത സൗഖ്യമാക്കി. അവൻ സൗഖ്യമായി. മോനെ, നീ ഇന്നലെയും പോയായിരുന്നല്ലോ വേറൊരാളുമായിട്ട്, നീ അവിടെ ഇരിക്കടാ. ഇന്നലെ അവൻ്റെ മൂത്ത പെങ്ങളുമായിട്ടാണ് പോയത്, ഇന്ന് ഇളയ പെങ്ങളാന്ന് തോന്നുന്നു. പൊക്കോ, നീ പൊക്കോ, അല്ലേ അവളെ തന്നെ പോയി ഉരുണ്ട് വീഴും. ചെല്ലടാ, ഓടി ചെല്ലടാ. ഞാൻ ഇന്നലെ നിന്നെ നോട്ട് ചെയ്തതാ. അവൻ ഇന്നലെ ചേച്ചിയായിട്ട് പോയി, ഇന്ന് അനിയത്തിയാന്നോ മോനെ? കഴിഞ്ഞ ദിവസം ഞാൻ അതിനോട് ചോദിച്ചു, നീ എവിടെ പോകാൻ പറഞ്ഞു. ഞാൻ ഷൂ വെക്കാൻ പോവാന്ന് പറഞ്ഞു. എന്നാൽ നീ പെട്ടെന്ന് പൊക്കും, ഇവിടെ എങ്ങും വെക്കരുതെന്ന് പറഞ്ഞു. കാരണം കൊച്ചു പിള്ളേരല്ലേ, എല്ലാം നടക്കട്ടെ. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് സന്തോഷത്തിനുള്ള കാരണം ആ ഭാഗത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ, ഒന്ന്, രക്ഷിക്കപ്പെടുന്നത് നമുക്ക് സന്തോഷമാണ്. രണ്ട്, സ്നാനപ്പെടുന്നത് സന്തോഷമാണ്. മൂന്ന്, അഭിഷേകം പ്രാപിക്കുന്നതും സന്തോഷമാണ്. ഇനി പറഞ്ഞ സന്തോഷം എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളതാ. അത് തന്നെത്താൻ ശോധന ചെയ്തോണം. ഈ മുടന്തനങ്ങ് സൗഖ്യമായി. ഇതിനോട് ബന്ധപ്പെട്ട് പ്രശ്നവുമായി, ഭയങ്കര പ്രശ്നം രൂക്ഷമായപ്പോൾ കേസ് കൊടുക്കാനൊന്നും പോയില്ല അപ്പോസ്തലന്മാർ. അതാ നമ്മുടെ മാതൃക. എന്നാൽ പഞ്ചായത്ത് മെമ്പറെ കാണാം, പ്രസിഡന്റിനെ കാണാം, BJP-ക്കാരെ കാണാം, കോൺഗ്രസിനെ കാണാം, കമ്മ്യൂണിസ്റ്റുകാരെ കാണാം, എങ്ങും പോയില്ല. അന്ന് ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പോഴല്ലേ ഇതെല്ലാം ഉള്ളത്. ഇനി ആസന്ന ഭാവിയിലും ഇതൊന്നും ഇല്ല. ഇടയ്ക്കാണ് ഇതെല്ലാം വന്ന് കയറിയത്.
നാസിസം, ഫാസിസം, എത്തിസം, ബാന്തിസം, കമ്മ്യൂണിസവുമില്ല അന്ന്. അന്ന് നാസിസം, ഫാസിസം, എത്തിസം, ബാന്തിസം, കമ്മ്യൂണിസവുമില്ല. അന്ന് ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ല ഇവിടെ അന്ന്. ഇപ്പൊ ഇതെല്ലാം ഉണ്ട്. അപ്പൊ അന്ന് ഇതൊന്നും ഇല്ലാഞ്ഞത് കൊണ്ട് ഇവര് നിയമസഭ പ്രശ്നം വന്നപ്പോൾ ചെയ്ത പരിപാടി ഞാൻ പകലും സൂചിപ്പിച്ചു. ഒന്ന്, വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചു. വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് കുലുങ്ങിയത്. നമുക്ക് വചനം ഉരുവിടുന്നില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങിരുന്ന് കുലുങ്ങുക. സ്ഥലമൊന്നും കുലുങ്ങുന്നില്ല. ഇന്നാളൊരു പറഞ്ഞു കുലുക്കം ഉണ്ടെന്ന്. അത് അപ്പം അവൻ പറഞ്ഞു ഭയങ്കര സെറ്റാ കൊണ്ടുവച്ചേക്കുന്നത്, അതിൻ്റെ കുലുക്കമാണ്. ഗ്ലോറി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാം കൂടെ ഞാൻ പറഞ്ഞത് ആത്മാവിലില്ല മോനെ. അതിൻ്റെ ഒരു പുതിയ സെറ്റിൻ്റെ പേര് പറഞ്ഞു. എന്നതാ, എന്തുവാ അതിൻ്റെ എന്തുവാ സബുക്കുര്യനോ എന്താ എന്തേലും ആട്ടെ. ഭയങ്കര കുലുക്ക. പുള്ളി ഭയങ്കര അന്തരീക്ഷമല്ലടാ, ഭയങ്കര സെറ്റ് കൊണ്ട്. ഇപ്പോഴത്തെ കുലുക്കമല്ല അങ്ങനെ. എന്നാൽ അവര് ഏക മനസ്സോടെ ഒന്നിച്ച് പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങി. അപ്പൊ അവര് വചനം ഉരുവിട്ടാ പ്രാർത്ഥിച്ചത്. അതിൽ നമ്മൾ പകൽ ചിന്തിച്ചല്ലോ. 4-ാം അധ്യായത്തിന്റെ 23 മുതൽ വായിച്ച്. അപ്പോസ്തല പ്രവൃത്തി 4:23. വിട്ടയച്ച ശേഷം അവരുടെ കൂട്ടാളികളെ അടുക്ക ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലക്കിക്കുന്നു. 2-ാം സങ്കീർത്തനമാണ്. ജാതികൾ കലക്കിക്കുന്നതും അംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായിട്ട് ഒന്നുകിച്ച് കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തവനെ. അടുത്ത വാക്യം, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കയ്യും നിന്റെ പഠിച്ചു വരുമ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങിയെന്ന. ഈ സംഭവങ്ങളെല്ലാം എങ്കിലും പ്രശ്നം രൂക്ഷമായി. അപ്പോസ്തലന്മാരെ പിടിച്ചടിച്ച് ഉപദ്രവിച്ച് ഭീഷണിപ്പെടുത്തി, ഈ നാമത്തിൽ മിണ്ടരുത്, കണ്ടുപോകരുത്, ഇങ്ങനെ പ്രമാണികളുടെ നടുവിലൊക്കെ നിർത്തി ഇവരെ ഉപദ്രവിച്ചു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉപദ്രവമേറ്റ് അടിയേറ്റ് പീഡയേറ്റു. അവിടെ ഒരു വാക്യമുണ്ട്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിച്ചത് കൊണ്ട് അവര് സന്തോഷിച്ചെന്ന. ഇതെല്ലാവർക്കും ഉണ്ടോ എന്നുള്ളത് തന്നെ അങ്ങനെ ഒരു വാക്യമുണ്ട്. കണ്ടോ, 5-ാം അധ്യായത്തിലുണ്ട്. 14 വായിച്ചേ. തിരുനാമത്തിന് വേണ്ടി വായിച്ചോ. യോടി കടിച്ചവൻ തന്നെ വിഷം എടുക്കാം. ഞാനല്ലേ ഇതെല്ലാം ഒപ്പിച്ചോണ്ട് വന്നേ. കണ്ടോ? ഇല്ലേ? 39-40 വായിക്കാം. 5-ന്റെ അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. 39 ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചവരെ വിട്ടയച്ചു. വിട്ട് അടിച്ചു. ഈ നാമം ഉച്ചരിക്കരുത് എന്നിട്ട് പറഞ്ഞു വിട്ടു. അടുത്തത്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപതിയിൽ നിന്ന് പുറപ്പെട്ടു പോയി. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുന്നത് അത് സന്തോഷമാണ്. ഞാനോ നിങ്ങളോ വന്ന് അടിച്ചവനെ പ്രാഗി വെച്ചേ പോവുള്ളൂ. നീ നിന്റെ സന്തതി ഗുണം വരികയില്ല. പിന്നെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ പൊതുവിൽ ഇപ്പം പറയുന്നില്ല. അങ്ങനെയൊന്നുമല്ല. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുന്നതിന് സന്തോഷമാണ്. നമ്മളെ ആക്ഷേപിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ പിറുപിറുക്കരുത്, മറുപടി പറയരുത്, അവരെ ഒന്നും പറയരുത്. നമ്മുടെ മാർഗം അതല്ലല്ലോ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു പെന്തിക്കോസ് ചേരണം, കപ്പയും മീനും അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും. പാട്ട കൊട്ടി ചാണകമുള്ളൊക്കെ തളിച്ച് ഒത്തിരി ആക്ഷേപം. ഇപ്പം അത്ര ആക്ഷേപം ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നത്. പണ്ടൊക്കെ ആക്ഷേപമാണ്. ഈ ദേശത്തൊക്കെ ആരംഭകാലത്ത് ഇറങ്ങിയവരോട് ചോദിക്കണം, എന്തോ ഒരു ആക്ഷേപമാണ്, എന്തോ ഒരു നിന്ദയാ. പക്ഷെ അവരെല്ലാം ഇത് സന്തോഷിച്ചു. അപമാനം സഹിക്കാൻ
സന്തോഷിച്ചു. ഇന്ന് രാത്രി ആക്ഷേപവും അപമാനമൊക്കെ സഹിക്കുന്ന ആരേലും ഈ ഗ്രൗണ്ടിൽ വന്നെങ്കിൽ, എന്നെ കേൾക്കുന്നെങ്കിൽ, ദൂരത്തിരുന്ന് കേൾക്കുന്നെങ്കിൽ, ഇത് അവൻ സന്തോഷിച്ചോണം. കാരണം നിനക്ക് പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട്. ഈ നിന്നയ്ക്കും ആക്ഷേപത്തിനും അപമാനത്തിനും എല്ലാം ഒരു പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ടെന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അന്ന് അവിടെ ചെല്ലുമ്പോൾ പൗലോസ് ഒരു പദം പറഞ്ഞു, അന്ന് നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡ അനുഭവിച്ച നിങ്ങൾക്ക് അതാ അവിടെ ചെല്ലുമ്പോൾ നല്ല തേജസ്സുമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നോക്കും. അരിവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. അരിവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമ വിശുദ്ധ കൂട്ടരത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയ അങ്ങു തീർന്നു പോന്നു. വാനസേനഗണ നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനഗണ നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും. അപ്പൊ ശ്രദ്ധിക്കുക, ഇതാ സന്തോഷം. ഓടിച്ച് അവസാനിപ്പിക്കുക, സമയത്തെ ഭയപ്പെടുന്നുണ്ട്. ഓടിച്ചു നിർത്താം. ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാ. ഒന്ന്, ഇരുട്ട് മാറും. 2, ഭയം മാറും. 3, സന്തോഷം ലഭിക്കും. ആ സന്തോഷം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അപമാനം സഹിക്കുന്നത് ആ സന്തോഷം. ആ സന്തോഷമാണ്. കർത്താവിനെ പറ്റി എബ്രായലേഖനത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത് മരണത്തെയൊക്കെ ആസ്വദിച്ചെന്നാ. അയ്യോ, അച്ഛൻ എബ്രായലേഖനം നന്നായിട്ട് പറയുന്നില്ല, അവിടെ ഞാൻ അവിടെ തൊടുന്നേ ഇല്ല. നന്നായിട്ട് പ്രസംഗിക്കുക എബ്രായലേഖനം. ആസ്വദിക്കുക. കഷ്ടതയൊക്കെ ഒന്ന് ആസ്വദിക്കണം കേട്ടോ. പിറുപിറുക്കരുത്, നിരാശപ്പെടരുത്. ഒന്ന് ആസ്വദിക്കണം. ഞാനങ്ങനെ ആസ്വദിക്കുന്ന ആളാണ്. ആക്ഷേപവും അപമാനയും നിന്നയൊക്കെ വരുമ്പോൾ ഞാൻ പിറുപിറുക്കത്തിൽ ആസ്വദിക്കും. അനുഭവത്തിൽ നിന്നായി പറയാൻ, അനുഭവത്തിൽ നിന്നാണ് ആസ്വദിക്കും. വരുന്നത് എന്നെ കണ്ടാൽ വല്ല ദുഃഖവും പറയുമോ? ഒരു തരത്തിലും പറയുന്നില്ലല്ലോ. ഒന്നുമില്ല. പണ്ടൊരാൾ പറഞ്ഞു, പിന്നെ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഒരു കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം എൻ്റെ കയ്യിലില്ല. എന്നാൽ കണ്ടാൽ അങ്ങനെ പറയത്തില്ലല്ലോ എന്ന്. എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു 2 ലക്ഷം രൂപ ചെറിയ സഹായം, 2 ലക്ഷം നിന്നിപ്പോൾ ചോദിച്ചാൽ എവിടുന്ന് കൊടുക്കാനാണ്? എനിക്ക് എന്നെ റിസർവ് ബാങ്കിലാണോ ജോലി ആണെന്നില്ല, അവിടെ അങ്ങനെ എടുക്കാൻ ഒക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ ഇല്ല. കണ്ടാൽ അങ്ങനെ പറയത്തില്ലല്ലോ എന്ന്. അങ്ങനെ ഒന്നുമില്ലേലും ഞങ്ങളല്ല, അങ്ങനെ വേണം. സന്തോഷമാണ്. ദൈവത്തിന് മഹത്വം. സന്തോഷമാണ്. അപമാനമൊക്കെ സഹിക്കുമ്പോൾ സന്തോഷിക്കണം കേട്ടോ. സന്തോഷിക്കണമെന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇതിനൊക്കെ പ്രതിഫലമുള്ളതാ. ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്നാ പറഞ്ഞു, ഞാൻ ആസ്വദിക്കുമായിരുന്നു, സന്തോഷിക്കും. നിങ്ങൾ വീട്ടിലൊക്കെ വന്ന് ചെന്ന് ചോദിച്ചു, ഞാനൊക്കെ അരഞ്ഞും കൂവിയൊന്നും ഞാനിരിക്കുകയില്ല. ഇല്ലില്ല. എപ്പോഴും ഞാൻ എപ്പോഴും വണ്ടിക്കകത്തിരുന്നാന്നേലും വീട്ടിൽ എപ്പോഴും ഇങ്ങനെ പാട്ടും പാടിയായിരിക്കുന്നത്. അതുകൊണ്ട് ഈ പാട്ടൊക്കെ നല്ല തിട്ടം. അതെ, രാവിലെ ആണെങ്കിലും വെളുപ്പിനെ എഴുന്നേറ്റ് തമ്പേറടിച്ച് ഒരു 5-6 പാട്ടൊക്കെ പാടും. വെളുപ്പിനെ 4 മണിയാകുമ്പം മിക്കപ്പോഴും എഴുന്നേക്കും. കുടുംബമായിട്ട് പാട്ട് പാടുമ്പോൾ തമ്പേറടിച്ചാണ് പാടുന്നത്. ഞാൻ പിന്നെ വീട്ടിൽ തമ്പേറടിച്ച് പാടുമ്പോൾ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം വന്നിരുന്നോണം. ഇല്ലേ, ആ വീട്ടിൽ ആരും താമസിക്കുകയല്ല. പിന്നല്ലാതെ തമ്പേറടിച്ച് പാട്ട് പാടും. ഇന്നിപ്പം വീട്ടിൽ പ്രാർത്ഥനയ്ക്കൊക്കെ വിളിച്ച പ്രശ്നങ്ങളാണ്. ഭർത്താവ് വിളിക്കാം, ഭാര്യ അവനെ വിളിക്കും. നമ്മൾ അവനെ വിളിക്കാൻ പറയുമ്പോൾ തള്ള ഭർത്താവിനോട് പറയുന്നത്, എന്നാത്തിൻ്റെ എടി അവന് എന്നാൽ അവളെ വിളിക്കും. അങ്ങ് പാട്. മിണ്ടാനൊക്കത്തില്ല. പണ്ടൊക്കെ അങ്ങനല്ല. പഴയ അപ്പച്ചന്മാരും അമ്മച്ചിമാരും രാവിലെ എഴുന്നേറ്റ് പാട്ട്. അവർ പിന്നെ രാവിലെ എഴുന്നേറ്റ് പാടും മനമേ പക്ഷി ഗണങ്ങൾ. നമ്മൾ പാടുന്ന മനമേ പക്ഷി പാടുന്നത് 7:30. പക്ഷി അറബിക്കടലിൽ പോയി ആവശ്യമുള്ള തിന്ന് ബാക്കി കൊത്തിയെടുത്തോണ്ട് അങ്ങ് ചെന്നു. സഖ്യപർവ്വതത്തിൻ്റെ മൂല ചെന്നപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് പട്ടിക്കാടിരുന്ന് പാടുക മനമേ. പക്ഷി പറയും, പൊടി ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റാ, നീ ഉമ്മ. പക്ഷി പോലും നിന്നെ ആട്ടിയച്ചാ പോകുന്നത്. ആണെന്ന് ഒരു കാര്യം പറയാം, അതിരാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കണേ. ഞാൻ പാടുന്നൊരു പാട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ, മോൻ അറിയാമെങ്കിൽ പാടിക്കൂ. അധികാലത്തു ജ്ഞാനത്തിൻ പടിമതിൽ കേളിരുന്നു
എന്നും അധികാലത്തു ജ്ഞാനത്തിൻ പടിവാതിൽ കൽകിയിരുന്നു മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളുന്നോൻ ധന്യൻ മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളുന്നോൻ ധന്യൻ മനമേ ഉണർന്നു സ്തുതിക്കാ നിൻ ദൈവത്തെ നീ മനമേ ഉണർന്നു സ്തുതിക്കാ. അതിരാവിലെ ആട്ടെ ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. രാവിലെ എഴുന്നേക്കണേ, രാവിലെ പാട്ട് പാടണേ, രാവിലെ ദൈവത്തെ സ്തുതിക്കണേ. അത് വലിയ മഹാഭാഗ്യമാണ്. ദൈവത്തിന് മഹത്വം. ദൈവസന്നിധിയിൽ രാവിലെ ഇരിക്കണം. അപ്പൊ അപമാനം സഹിക്കുന്നത് വലിയ ഭാഗ്യമാണ്, സന്തോഷമാണ്. അപ്പൊ എന്താ ഓടിച്ച് പറയാം, ഓടിച്ച് അവസാനിപ്പിക്കാം. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. ഇത് കേട്ടാലുള്ള ഗുണം എന്നാ? ആ ഗുണം 1 ഇരുട്ട് മാറും, 2 ഭയം മാറും, 3 സന്തോഷമുണ്ടാകും, 4 നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. ആ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു പദമുണ്ട്, രക്ഷിതാവ്. അത് വായിച്ചേ രക്ഷിതാവ് വായിക്കേ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ബേത്ലഹേം പട്ടണത്തിൽ യാതനേ, ബേത്ലഹേം പട്ടണത്തിൽ യാതനേ, ബെക്കു ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേ ദാന്തനേ, ബേത്ലഹേം പട്ടണത്തിൽ യാതനേ, കന്നി മരിയ പെറ്റ പൈതലേ, കന്നി മരിയ പെറ്റ പൈതലേ, എന്നും സ്തുതിപ്പവർക്ക് ഭയമേകും കാതലേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ. എനിക്ക് ഈ ഭാഗമൊക്കെ നിന്ന് പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കിങ്ങനെ വചനമൊക്കെ ഇങ്ങനെ പിന്നെയും ഓർമ്മ വരുന്നുണ്ട്. ദൈവം ഈ മൈക്ക് നല്ലതാ കേട്ടോ, നിർത്താൻ തോന്നുന്നില്ല. മോനെ നന്നായിരിക്കുന്നു. നമ്മുടെ സഭയുടെയാണോ? ഇങ്ങനെ വേണം. നന്നായിരിക്കുന്നു. കാശ് മുടക്കിയതാണെന്ന് തോന്നല്ലയോ? അതാ. പിന്നെ ചെലവ് ചെയ്ത് വേണം യാഗം കഴിക്കാൻ. നിർത്താൻ തോന്നുന്നില്ല. നല്ല മനോസുഖമുണ്ട്, മനോഗുണവും തോന്നുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ബേത്ലഹേമില മീഖാപ്രവചനമൊക്കെ 5:2 എടുക്കേണ്ടതാ ഇതിനോട് ചേർത്ത്. നീയോ ഒന്ന് വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. വരുന്ന വഴിക്ക് നിൽക്കുന്നതുകൊണ്ട് അങ്ങ് വായിപ്പിക്കുന്നത്. വായിച്ചു, പെട്ടെന്ന് വായിരും. യോടി 5:2. അതുകൊണ്ട് യഹോവയുടെ സഭയിൽ ഓഹരിമേൽ അളവ് നൂൽ പിടിപ്പാൻ നിനക്ക് ആരും ഉണ്ടാകുകയില്ല. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അതുകൊണ്ട് പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവരെ. നിങ്ങൾ ഭാഗം ശ്രദ്ധിച്ചേ. യേശുക്രിസ്തുവിന്റെ തിരുപ്പറവി. നീയോ ഒന്നുകൂടെ വായിച്ച. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായി ഇരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഞാൻ ഇങ്ങനെ പറയുന്നത്, നീയോ യഹൂദയിലെ ബേത്ലഹേം എഫ്രാത്തേ, നീ ചെറുതാ, പക്ഷെ വലിയവൻ നിന്റെ അടുക്കലാ വരുന്നേ. വലിയവനായ ദൈവം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ബേത്ലഹേമിലാ ജനിച്ച. അതിനെ ബേത്ലഹേമിൽ ജനിക്കാൻ കാര്യം, അതിന് കാരണമുണ്ട്. ഞാനിങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് വചനം അറിയാം. ഉൽപ്പത്തി പുസ്തകം 35 പഠിക്കുമ്പോൾ ഇല്ല, തള്ളേനെ അടക്കിയത് അവിടെ. ആരാ? റേച്ചൽ ആൻറ്റി, റേച്ചൽ ജേക്കബ്, ബദേൽ ഹൗസ്, അമ്മമ്മയുടെ അഡ്രസ്സാണ്. റേച്ചൽ ജേക്കബ് ബദേലിലൊന്നും പോയില്ല, എന്നാലും വീട്ടുപേര് അങ്ങനെ ആണല്ലോ. നമ്മളും അങ്ങനെ തന്നെ. പണ്ട് തിരുവനന്തപുരത്ത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ആരോഗ്യസ്വാമി വന്ന് പ്രാർത്ഥിക്കും, 2 പേരൊരു വല്യപ്പനെയും വിളിച്ചോണ്ട് വരിക. അപ്പം ഞാൻ ചോദിച്ചു, അതാരാ? അതാണ് ആരോഗ്യസ്വാമി. പണ്ട് ആരോഗ്യം ഉണ്ടായിരുന്നു, ഇപ്പം എന്നാലും പേരിപ്പോഴും
അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു സ്ഥലമുണ്ട്, പാലാറ്, ഒരു തുള്ളി പാല് പോലും ഇല്ല. വലിയ ബോർഡ് പച്ച കളറിൽ എഴുതി വെച്ചിരിക്കുക, പാലാറ്. പേരേ ഉള്ളൂ. നെയ്യപ്പം ആര് നെയ്യ് ചേർത്തിട്ടാ? വിശ്വാസി, പേരേ ഉള്ളൂ. അപ്പൊ ബഥേലെന്ന് വീട്ടുപേരേ ഉള്ളൂ, ബഥേലിലൊന്നും ചെന്നില്ല. മുടിരാത്രി പ്രാർത്ഥനയ്ക്കും അമ്മാമ്മ ഇരുന്നതായിട്ട് കാണുന്നില്ല. പുള്ളി തന്നെയായിരുന്നു അല്ലേ? അതെ നീ തള്ള പറയട്ടെ, ഞാനിവിടെ വന്നിരിക്കുന്നെന്ന് അല്ലേ? പുള്ളി വെളുക്കുന്നത് വരെ ദൂതനുമായിട്ട് കയറി മല്ല് പിടിച്ചു. ഉൽപ്പത്തി മല്ല് പിടിച്ചെന്ന ഹോശിയ പറയുന്നത് കരഞ്ഞ് പ്രാർത്ഥിച്ചെന്ന. ഭൂവൻ പറഞ്ഞു, എടാ വിടാ, നേരം വിളിക്കുന്നെന്ന്. പുള്ളി പറഞ്ഞു, വിടണമെങ്കിൽ TPM കല്യാണത്തിനൊരു വരി പാടും, തെറ്റുകാരനെ അവർ ക്ഷമിക്കണം, നിങ്ങൾ പള്ളു പറയരുത്. പാട്ടിൻ്റെ വരി ഇങ്ങനെ, എന്നെ ദയവായി ഇപ്പോൾ എന്നെ എന്നെ ദയവായി ഇപ്പോൾ എന്നെ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിന്നു നിന്നെ വിടുകയില്ല. അവർ പാടുന്നതാ. വെളുക്കുവോളം പ്രാർത്ഥിച്ചു, പിടിവിട്ടില്ല. എങ്കിലും ഈ സഹോദരി ഒന്ന് ഹെൽപ്പ് ചെയ്തില്ല. പിന്നെ അക്കരെ കയറി സുക്കോത്തിൽ പോയി പാർത്തു, ജീവിച്ചു. അവിടെ വെച്ച് പ്രശ്നമായി. സുക്കോത്ത് വീടൊക്കെ പണിത്, ഞാൻ ഉടനെ വീട് പണിത്. പിന്നെ ബിസിനസ്, കന്നുകാലിക്ക് കൂടുമൊക്കെ. ഷാലോ മിൽക്ക് സൊസൈറ്റി, ഒരു പേര് ഷാലോ. വലിയ വീടുമൊക്കെ പണിതു, ബിസിനസ്സുമൊക്കെ, കന്നുകാലിക്ക് തൊഴുത്തുമൊക്കെ കെട്ടി. അവിടെ വെച്ച് ആ പെങ്കൊച്ചൊന്ന് പേടച്ചത് ദീനാമ്മ. സൈമൺ സാറിന്റെ പുസ്തകത്തിൽ ദീനാചരിതം അങ്ങനെ തന്നെ എഴുതിയ ഹെഡിങ്ങതാ, ദീനാചരിതം. സാറൊരു വരി കൊടുത്തത്, കാഴ്ചകൾ കണ്ട് കണ്ട് ആഴ്ചകൾ ചെല്ലുമ്പോൾ വീഴ്ചകൾ വന്നിടും ദുഷ്പഥത്തിൽ. ഇവിടെ നാട് കാണാൻ പോകുന്ന, കാഴ്ച കാണാൻ പോകുന്ന. അപ്പൊ കാഴ്ചകൾ കണ്ട് കണ്ട് ആഴ്ചകൾ നീളുമ്പോൾ വീഴ്ചകൾ വന്നിടും ദുഷ്പഥത്തിൽ. അങ്ങനെ ഇവള് കാണാൻ പോയി. വേറൊരുത്തിന് അവൻ കലിക്കലിരിക്കായിരുന്നു, മൊബൈലിൽ കളിച്ചുകൊണ്ട്. ഇവിടെ കൊണ്ടവൻ വിടുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, വിടുവല്ലോ കുറെ. എന്നാലും അടുത്ത ലില്ലിക്കുട്ടി ഇങ്ങോട്ട് വരും, അവളെയും കൊണ്ട് വിടും. ഇവൻ്റെ തൊടില്ലാന്നാ കലിക്കലിരുന്ന് എല്ലാവരെയും വിടുക. ഇവൻ അവിടെ ഇരുന്ന് ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ടുപോയി. എന്തിനേറെ ആകെ പ്രശ്നമായി. 2 പിള്ളേരുണ്ടായിരുന്നു, ശിമയോനും ലേവിയും. വാളെടുത്ത് വെട്ടാൻ പോയി. മുഴുവൻ പ്രശ്നമായപ്പോൾ തമ്പുരാൻ യാക്കോബിനോട് പറഞ്ഞു, ജേക്കബേ ഇനിയെങ്കിലും ബഥേലിലോട്ട് പോ, ഇനിയെങ്കിലും പോ, മുഴുവൻ പ്രശ്നമായില്ലേ. ഉടനെ ജേക്കബ് ഭാര്യമാരെയും പരിവാരങ്ങളെല്ലാം വിളിച്ചു. റേച്ചൽ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. എന്ത് ചെയ്യാ റേച്ചൽ? വാ, നമ്മൾ ബഥേലിൽ പോവാ. റേച്ചൽ എന്ത് ചെയ്യേ? അന്നേരം പറഞ്ഞു, അമ്മാമ അയൽക്കൂട്ടത്തിന് പോയെന്ന്. റേച്ചല് പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു. തൊഴിലുറപ്പ്. റാഹേൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ലേയ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അമ്മാമ ഈ YMCയിലുണ്ടെന്ന് പറഞ്ഞു. YMCയിൽ YMC അല്ല, YWC. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. അമ്മാമ അവിടെ ഉണ്ട്. ശില്പ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവള് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. ബിൽഗ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവളെ ഓണത്തിന് തിരുവാതിര ഉണ്ട്, അതിന് അവർ പ്രാക്ടീസാന്ന് പറഞ്ഞു. ഇതെല്ലാം പെന്തിക്കോസാണ്. എല്ലാത്തിനെയും വിളിക്കാൻ പറഞ്ഞു, എല്ലാത്തിനെയും. എന്ത് ചെയ്യാ രൂപൻ, അവനെ ക്ലബിൽ പോയെന്ന് പറഞ്ഞു. ഷിമിയോൻ എന്ത് ചെയ്യാം, അവൻ ജൂഡോയാന്ന് പറഞ്ഞു. എല്ലാം ഉണ്ട്. ലേവി എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അവന് മിസ്റ്റർ പട്ടിക്കാടായതുകൊണ്ടാണ്. അവന് 10 ഇഷ്ടിക ഒറ്റ വെട്ടിന്. ചുരുക്കി പറഞ്ഞ എല്ലാത്തിനെയും വിളിച്ചു കൂട്ടി വരാൻ പറഞ്ഞു. എല്ലാവരും വാ, നമ്മള് ബഥേലിലോട്ട് പോകാൻ പോവുക. അയ്യോ അതന്നെ, അങ്ങോട്ട് പോകണം ദൈവം പറഞ്ഞു. അതിന് 2 നടപടിക്രമങ്ങളുണ്ട്. കുളിക്കണം, വസ്ത്രം മാറണം, അന്യദൈവങ്ങളെ നീക്കണം, നന്നായിട്ട് ശുദ്ധീകരിക്കണം. അതിനാ ആ ബഥേലിലെ ആരാധന അങ്ങനെ തരാം. സുക്കോത്തിൽ കുളിക്കുമൊന്നും വേണ്ട, അന്യദൈവത്തെ വെക്കാം. ഈ ഏത് തുണി വേണേലും അറ്റപ്പറ്റയാന്നേലും കുഴപ്പമില്ല. പിന്നെ കാച്ചിട്ടിട്ടുണ്ടാന്നേലും കർത്തമേശ നടത്താം. സുക്കോത്തിലെ
സുക്കോത്തിലെ ഇപ്പൊ സുക്കോത്തിൽ ശുശ്രൂഷിക്കുന്ന കർത്തദാസൻ മുമ്പോട്ട് വരും. ഒരു അരക്കയ്യം ബനിയന് വിട്ട് എന്താ എന്നാ മൂടയാ ബെർമൂട. സുക്കോത്തിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ഡോക്ടർ റവറൻ സുക്കോത്ത്. സുക്കോത്തിൻ്റെ വരവൊക്കെ കാണും. ഒരു ഇവിടെയൊക്കെ ചോദിച്ചിട്ട് പഴയ മൂത്ത മുട്ടനാടിനെ പോലെ. അതാ സുക്കോത്തിലെ പാസ്റ്റർ, മൂത്ത മുട്ടനാട്. ഇവിടെ മാത്രമേ ഉള്ളൂ. മൊത്തം താടി വെക്കുക എന്നേ കുഴപ്പമില്ല, ഇവിടെ മാത്രം. പാസ്റ്റർ സുക്കോത്ത്. മനസ്സിലാകുന്നില്ലേ? ഇല്ലേ? ഇനിയും തെളിക്കണോ? വേണ്ട. എന്തിനേറെ സുക്കോത്തിൽ ഇതൊക്കെ പറ്റും. ഈ ഡ്രസ്സ് മതി സുക്കോത്തിലെ, ഇത് മതി. പക്ഷെ ബദേലിൽ ഇത് പോരാ. ബദേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധനയാണ്. വായിക്ക, നിങ്ങൾ എന്നാ നോക്കിയിരിക്കുന്നത്? വായിച്ചതാ 35:1 മുതൽ വായിര്. ഉൽപ്പത്തി പുസ്തകം 35:1 മുതൽ ചടയെന്ന് വായിക്കും. സമയം. അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് നീ പുറപ്പെട്ട് ബേഥേലിൽ പോയി പാർക്കണം. കാരണം എന്നാ? നിന്റെ സഹോദരനെ ഏശാവിന്റെ പണ്ടേ നീ നിന്റെ സഹോദരനാകുന്ന ഏശാവിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോന്നൊരു സമയം മറക്കരുത്. ഉടുതുണിക്ക് മറുതുണിയില്ല, കയറി കിടക്കാൻ ഇടമില്ല, ഭക്ഷിക്കാൻ ആഹാരമില്ല, ധരിപ്പാൻ വസ്ത്രമില്ല. ഒരു സ്ഥലത്ത് ഓടി വന്ന് വിശ്രമിച്ചു. രാത്രിയായി, സൂര്യൻ അസ്തമിച്ചു. അന്ന് തലയണയായിട്ട് ഒരു കല്ലുമൊക്കെ കിട്ടി. അവൻ ഉടുതുണിക്ക് മറുതുണിയിൽ ആ തീ ചൂളായി കൂടി മരണഭീതി കൊണ്ട് പോയ ഒരു സംഭവമുണ്ട്. മറന്നോ നീ? ഒരു വരി പാടിക്ക. ഞാൻ പാടുന്ന പാട്ട് ഉച്ചസ്ഥായി പിടിക്കാൻ മേല. അതുകൊണ്ടാ തലയിണയായി കൽമാത്രം എന്നുമ്പോൾ കോവേണിയിൽ ദൂതന്മാരിറങ്ങി വരും. തലയിണയായി കൽമാത്രം എന്നുമ്പോൾ കോവേണിയിൽ ദൂതന്മാരിറങ്ങി വരും. പിളർന്നതാ പാറേ പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാടിടുന്നവർക്ക് ആശ്വാസമേ, നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാ പാറയേ. ആ പാറ ക്രിസ്തു. അന്ന് നീ ഒരു തീരുമാനമെടുത്തില്ലയോ? യാക്കോബ് നേർച്ച നടന്ന ഉൽപ്പത്തി 28:20 കിടക്കുന്നത്. യാക്കോബ് നേർച്ച നടന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും പോകുന്ന യാത്രയിൽ എന്നെ കാത്ത് എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം ധരിപ്പാൻ വസ്ത്രവും തന്ന് എന്നെ എന്റെ അപ്പന്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടക്കി വരുത്തുമെങ്കിൽ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും എന്ന് പറഞ്ഞാൽ വീടും ചുറ്റുപാടും സമ്പത്തും ഒക്കെ തരുമ്പോൾ ഞാൻ ബേഥേലിൽ വന്ന് പള്ളി പണിതേച്ച് ആരാധിക്കും എന്നാ പറഞ്ഞ എൻ്റെ അർത്ഥം. പക്ഷേ വെമ്പളയായി, പിള്ളേരായി, വൃങ്ങണിയായി, കലാപുലി പോലെ 10-15 ആൺപിള്ളേർ, ഒരു വെങ്കൊച്ചും, പിന്നെ ചാവറ് പോലെ കന്നുകാലി, പുള്ളിമാർ ആട്ടുംകുട്ടിയെല്ലാം പ്രസവിച്ച് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ പുള്ളി പഴയ പ്രമാണമല്ല അങ്ങ് പ്രതിഷ്ഠയും മാറി. നേർന്നാ നിവർത്തിക്കണമില്ലേ? നേരരുത് കേട്ടോ. സ്തോത്രം. അവസാനം വീട് മുഴുവൻ കുഴഞ്ഞപ്പോൾ അതാമ്പരാൻ പറഞ്ഞു, കുഴയാനുള്ള കാര്യം നേർച്ച നിവർത്തിക്ക്. ബേഥേലിലോട്ട് പോ. വായിച്ച നിന്നെ സഹോദരനാകുന്ന ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക. ആരാധന നടത്തണം. യാഗപീഠം പണിയണം. അടുത്തത് അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ അന്യദേവനെല്ലാം നീക്കണം. പിന്നെ നിങ്ങളെ ശുദ്ധീകരിച്ച് രണ്ട് ശുദ്ധീകരിക്കണം. 3 നാം പുറപ്പെട്ട ബേഥേലിലേക്ക് വസ്ത്രം. എനിക്കിവിടെ വിടവുതാ വസ്ത്രം മാറണം. അത്യാവശ്യമാണ്. ഈ വസ്ത്രം ഒന്നും പോരെന്നുള്ളതാ പറഞ്ഞ എൻ്റെ അർത്ഥം. ഇതല്ല യാക്കോബിന്റെ വീട്ടിലെ വസ്ത്രം മാറണം. പിന്നെ നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. കുളിക്കുകയും വസ്ത്രം മാറുകയും അന്യദേവനൊക്കെ നമ്മൾ പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകുകയാ. ഞാൻ സേവിക്കുന്നത് ബേഥേലിന്റെ ദൈവമാ. നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുക. അടുത്തത് എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അവിടെ പോയി ആരാധന കഴിച്ച്
അടിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാൻ പോകുക എന്ന് യാക്കോബ് പറഞ്ഞു. അടുത്തത്, അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയല്ല, കാതുകളിലെ അന്യദേവന്മാരെയല്ല, കാതുകളിലെ കുണുക്കുകളെയും. ആ കാതിലെ കുണുക്ക് 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 മനസ്സിലാകുന്നുണ്ടോ? കാപ്പും കുണുക്കും മാലയും വളയും. പിന്നെ വായിച്ചോ 3:16. ഇത് മറയ്ക്കാതെ കണ്ട് 3:16 എടുക്ക്. യെശയ്യാവ്. അതുകൂടെ ഏതായാലും പോവല്ലയോ, പറഞ്ഞു വെച്ച് പോകാം. വായിക്കേ. സിയോൻ പുത്രിയുടെ കാര്യമാണ്. യഹോവ പിന്നെയും അരുളി ചെയ്തത് എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടിയും കഴുതെല്ലാം നീട്ടി എന്ന് പറഞ്ഞാൽ കഴുത്തെ പിടിച്ച് നീട്ടിയെന്നല്ല, ഇവിടുന്ന് ഇച്ചിരി ഇറക്കം താഴോട്ട് കണ്ടമാനം പോയാൽ നീണ്ടതുപോലെ തോന്നും കുഞ്ഞമ്മേ. ഇതിനെ ഇറക്കം കണ്ടമാനമേ പോയാൽ താഴോട്ട് ഒത്തിരി ഇറങ്ങിയാൽ കഴുത്ത് നീണ്ടതുപോലെ തോന്നും. മനസ്സിലാകുന്നുണ്ടല്ലോ? എഴുന്നേക്കരുത്, ഇതൂടെ കേട്ടേച്ച് പോകും. ഗുണം വരുന്ന കാര്യമാണ്. കഴുത്ത് നീട്ടി എറുകണ്ണിട്ടും കൊണ്ട് നേരെ നോക്കി വർത്താനം പറയണം കേട്ടോ. കണ്ണേ നോക്കി വർത്താനം പറയണം. എറുകണ്ണിടരുത്. ആരെല്ലാം അങ്ങോട്ട് പോകുമ്പോൾ പമ്മി ഒരു നോട്ടവും അവൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ ഉടനെ വേറെ ദിവസം നോക്കി എറുകണ്ണിട്ട്. പിന്നെ തത്തി തത്തി ചില ചപ്പലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും തത്തിയാന്ന്. ആട്ടെ കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യും. ആ ചിലമ്പൊലി എല്ലാം കേൾപ്പിക്കുന്നു. പിന്നെ ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറു പിടിപ്പിക്കും. കുറ്റപ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് കർത്താവ് അവരുടെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുക്കച്ച, പരിമളപ്പെട്ടി എന്ന് പറഞ്ഞ പെർഫ്യൂം ഏതടിച്ചിട്ടും അങ്ങോട്ട് ബോധിക്കുന്നില്ല. എന്നാളൊരാൾ പറഞ്ഞു, ഞാൻ ഇന്ന ബ്രാൻഡേ ഉപയോഗിക്കും. ഇവന് പണ്ട് കുട്ടിക്കൂറ പൗഡർ എടുത്ത് പൊത്തിയവനാ. കുട്ടിക്കൂറ പൗഡർ പുട്ടുകുറ്റി പോലെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? അതെടുത്ത് മൊത്തം കുടഞ്ഞു വെച്ച് ജിബായിലും എല്ലാം തൂത്ത പുള്ളി ഇപ്പം പറയാ, ഞാൻ ഈ ബ്രാൻഡേ യൂസ് ചെയ്യുള്ളൂ. ആട്ടെ, പരിമളപ്പെട്ടി ആയിരം തകിടുകൂട്ട്, മോതിരം, മൂക്കുത്തി, ഉത്സവ വസ്ത്രം, പരിമളപ്പെട്ടി, തകിടുകൂട്ട്, മോതിരം, മൂക്കുത്തി, ഉത്സവ ശാൽവ, ദർഭപടം, ക്ഷോമപടം, കണ്ണപടം, മൂടുപടം, കല്ലാവ്, ചെറുസഞ്ചി. ഇല്ലേ? ചെറുസഞ്ചി. ബാഗിനകത്ത് വേറൊരു ബാഗ്, ദർപ്പണം. ഇടയ്ക്കിടയ്ക്ക് നോക്കുകയല്ലോ. ഉപദേശമാരും ഉണ്ട്, ബാഗിനകത്തുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മിണ്ടുന്നില്ല ആരും. വായിച്ചോ. ക്ഷോമപടം. ക്ഷീണിച്ചോ. വായിര്. ക്ഷോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. അയ്യോ, ഇത് വേർപാടിന്റെ ആരാധനയാ ബേതേലിൻ്റെത്. ബേതേലിലോട്ട് പോകുമ്പോ ഇതൊന്നും പാടില്ല. സാറ് പാടി ഒരു വരി പാടാ. തരമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാൻ ക്ഷോഭമില്ല. പരനോട് നിർഭജനമില്ല, പരിപവിക്കില്ലോ ക്ഷമിക്കാൻ മാത്രമാ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഇത് ഭാഗ്യമാ. ഈ ബദലിന്റെ ആരാധന വേർപാടിന്റെ ആരാധന. അല്ല, അന്യദേവനെ നീക്കി കുളിച്ച് ശുദ്ധീകരിച്ച് വസ്ത്രം മാറി നമ്മൾ ബദലിലോട്ട് പോകണം. വായിച്ചോ. അടുത്ത അതങ്ങ് നിർത്താം, എല്ലാം പറയാൻ നേരമില്ല. അപ്പോൾ സുഗന്ധത്തിന് പകരം അല്ലല്ല, 30-35 നമ്മളതെല്ലാം വിട്ടു. 13:16 വിട്ടു യെശയ്യാവ്. തിരിച്ചു മടങ്ങി വാ 30-35. നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവനെയെല്ലാം നീക്കി നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറി നമ്മൾ പുറപ്പെട്ട് ബേതേലിലോട്ട് പോകുകയാണ്. അടുത്ത വാക്യം. അയ്യോ, അതെല്ലാം മറന്നു. 3-ാം വാക്യം ആയിരേ. നാം പുറപ്പെട്ട് ബേതേലിലേക്ക് പോകാം. എന്റെ കഷ്ടകാലത്തിന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. പുള്ളിയുടെ പക്കൽ കൊടുത്തു. പുള്ളി അത് അലമാര വെച്ച് പൂട്ടിയെന്നോ ബാങ്കിൽ കൊണ്ട് വെച്ചെന്നോ ഒന്നുമല്ല എഴുതിയേക്കുന്നത്. അടുത്ത വാക്യം. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. ഇതിനെപ്പറ്റി ചരിത്രവും ഭൂമിശാസ്ത്രവും പിന്നെ ബോട്ടണി ഒക്കെ പഠിച്ചു വരും. എനിക്കറിയത്തില്ല. അതിൻ്റെ കീഴിലിട്ടാൽ പിന്നെ ഒരിക്കലും എടുക്കാൻ പറ്റുകയല്ലെന്നൊക്കെയാ പറയുന്നത്. കുടിച്ചിട്ടു. പിന്നെ
പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി. ഇത് കുടിച്ചിട്ടേച്ച് ഇവര് മുമ്പോട്ട് പോവുക. അതാ അങ്ങനെ ഉപേക്ഷിക്കേണ്ടത്. കുടിച്ചിട്ടേച്ച് ബേഥേലിലോട്ട് പോവുക. പക്ഷെ നമ്മൾ ദൈവകൃപ കൊണ്ട് നമ്മൾ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇപ്പോഴത്തെ ആൾക്കാർ ഉപേക്ഷിക്കുന്നത് ഇതെല്ലാം കൂടെ കുണുക്കും അത് അന്തിബിന്ദു എല്ലാം എടുത്തേച്ച് മുന്നോട്ടെറിയുക. പിന്നെ നമ്മൾ പാട്ട് പാടി 2 കൊല്ലം കഴിയുമ്പോൾ പിന്നെ അത് മനസ്സിലായില്ല. ഇതെല്ലാം കൂടെ പുറകോട്ടായി എറിയേണ്ടത്. പുറകോട്ട് എറിഞ്ഞേച്ച് മുന്നോട്ട് പോകണം. പക്ഷെ ഇപ്പൊ പലരും മാനസാന്തരപ്പെട്ടേച്ച് ഇതെല്ലാം കൂടെ ചുരുട്ടി മുന്നോട്ടെറിയും. എന്നിട്ട് പിന്നെ അങ്ങോട്ട് നടന്ന് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും എടുക്കും. പിന്നെ ഏതായാലും ഉണർവ് യോഗത്തിന് ഒരു ഇളക്കം കയറുമ്പോൾ പിന്നെ മുന്നോട്ടെറിയുക. മനസ്സിലാകുന്നില്ല. ഉപേക്ഷിക്കുന്നത് പുറകോട്ടാ. ആ വഴിക്ക് പിന്നെ പോകരുതെന്നാ പുസ്തകത്തിലെ വാക്യം. എല്ലാം ഞാൻ എടുപ്പിക്കുന്നില്ല. നിർത്തുക. സമയം പോയത് കൊണ്ടാ. വിഷയമൊന്നും തീർന്നിട്ടില്ല. മുഖവരെ ആയതേ ഉള്ളൂ. ഇനി കിടക്കുകയല്ലയോ കിടക്കുക. എനിക്ക് ദൈവവചനം ഇങ്ങനെ കേൾക്കുന്നവരും ആസ്വദിക്കുന്നവരും ഒക്കെ ഉണ്ടേ പറയാൻ വലിയ സന്തോഷവുമാണ്. ക്ഷീണമൊന്നുമില്ല. ഇനി ദൈവകൃപ കൊണ്ട് അവിടുന്ന് അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഇരുന്ന് തന്നാൽ ഒരു 12:30 വരെ പ്രസംഗിക്കാം. ദൈവം അനുവദിച്ച് ആയുസ് തന്നാൽ. അതുപോലെ കിടക്കുക. ഞാനൊരു ഭാഗത്തും വന്നില്ല. ഇനി നമ്മൾ നടത്തുകയാണെങ്കിൽ ഒരു 4 ദിവസം ഇനി നടത്തുകയാണെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ എന്നാ ഏതായാലും ചിലവാ. പണ്ട് മണിച്ചൻ പറഞ്ഞ പോലെ ഏതായാലും ചിലവാ. ദൈവത്തിൻ്റെ മഹത്വം. എന്നാലല്ലേ കുറേ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞ് സ്തോത്രം ഉപദേശമൊക്കെ സ്ഥാപിക്കണ്ടായോ? ദൈവത്തിൻ്റെ മഹത്വം. ഇപ്പോൾ അത് പ്രസംഗം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. എല്ലാവരും പ്രസംഗ മത്സരം നടത്തിയേച്ച് പോവുക. നമ്മൾ ഉടനെ മാർക്കിടും. മിനിഞ്ഞാന്ന് കത്തിച്ചു. ഇന്നലെ അത്ര പോരാ. എന്നാലും നാളെ വരുന്ന പുള്ളി ഇളക്കും. കാറ്ററിംഗുകാർക്ക് ആവശ്യമുണ്ട് ഇളക്കുകാരെ. അവിടെ ഒത്തിരി സാധനം ഇളക്കാൻ. ഇത് കത്തീരും ഇളക്കീരും ഒന്നുമല്ല. ഇത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ഉപദേശം ഇതാ. ബേഥേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധനയാണ്. എല്ലാ വസ്ത്രവും ബേഥേലിൽ പറ്റത്തില്ല. അന്യദേവനെ പറ്റത്തില്ല. ഈ കുണുക്കും തോടെ മാലേ മളയൊന്നും പറ്റുകയില്ല. ഇല്ലെന്ന്. സ്തോത്രം. കുളിക്കണം. എങ്ങനെ? യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. വേർപാട്. ബേഥേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധനയാണ്. സുക്കോത്തിൽ ഇതെല്ലാം പറ്റും. സുക്കോത്തിലെ പാസ്റ്ററെ പറ്റി ഞാൻ പറഞ്ഞല്ലോ ഇല്ലേ? ഡോക്ടർ റവറന്റ് പാസ്റ്റർ സുക്കോത്ത്. ആട്ടെ, സുക്കോത്തിന്റെ വരവൊക്കെ ഒന്ന് കാണേണ്ടതാ. ഇന്നാളൊരു സുക്കോത്തിനെ ഞാൻ കണ്ടു. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. എന്തിനേറെ അങ്ങനെ ഇവര് ബേഥേലിലേക്ക് പോകുകയാ. അത് പറഞ്ഞു നിർത്താം. യേശു ബേഥലേഹേമിൽ ജനിക്കാനുള്ളതിന്റെ ഒരു കാരണം ഒന്ന് പറയുക. ഒത്തിരി ഉണ്ട് കാരണം. ദൈവം അനുവദിച്ചാൽ പിന്നീടൊക്കെ ചിന്തിക്കുക. ഒരു കാരണം പറയാ. അങ്ങനെ ബേഥേൽ ഇവർ പോകുക. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എഫ്രാത്തിലെത്താൻ ഒരല്പ ദൂരമുള്ളപ്പോൾ റേച്ചൽ ആന്റി പ്രസവിച്ചു. ആമേൻ. പ്രസവ വേദന തുടങ്ങി. അയ്യോ, പ്രസവിക്കുന്ന സമയത്ത് അവൾക്ക് കഠിനവേദന ഉണ്ടായിരുന്ന കഠിനവേദന. ആമേൻ. സ്തോത്രം. അങ്ങനെ എഴുതിയിരിക്കുന്ന കഠിനവേദന അങ്ങനല്ലയോ? വായിച്ചേ. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ അടുത്തൊരു പദമുണ്ട് ജീവൻ പോകുമ്പം. അങ്ങനെ ഒരു പദം ജീവൻ പോകുക. വ്യാഖ്യാനിക്കേണ്ടതാ. ജീവൻ പോകുക എന്ന് പറഞ്ഞാൽ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, നിൽക്കുന്നില്ല. ജീവൻ രക്തത്തിലാ. ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, നിൽക്കുന്നില്ല. എന്തോ ഒരു മരുന്നുണ്ടല്ലോ ആസ്പ്രിൻ. അത് കഴിച്ചിട്ടൊന്നുമല്ല. അത് കഴിക്കുന്നവരെ പറ്റി പറയുന്നത് എനിക്ക് സയൻസ് ഒന്നും അറിയാൻ മേല. മുറിഞ്ഞാൽ പിന്നെ ബ്ലഡ് നിൽക്കുകയല്ലെന്നാണ് പറയുന്നത്. മാമ ആസ്പ്രിൻ ഒന്നും എടുത്തിട്ടല്ല. ബ്ലഡ് നിൽക്കുന്നില്ല. അതാ ജീവൻ പോകുക. ജീവൻ രക്തത്തില്ല. രക്തം പോയിക്കൊണ്ടിരിക്കാൻ നിൽക്കുന്നില്ല. കാരണം എന്നാന്നറിയാമോ? അപ്പച്ചൻ പണ്ട് വന്ന് കൂടാരവാതൊക്കെ വന്ന് ചോദിച്ചു, കുഞ്ഞേ നിങ്ങൾ പോന്നെ പിന്നെ ബിംബം ഒന്നും കാണുന്നില്ല, നിന്റെ കൈവശം വല്ലോണ്ട്. അവൾ പറഞ്ഞു, പാപ്പാ ഞാൻ ഫാസ്റ്റിംഗ് പ്രെയറില്ല, 21 days ഇരിക്കുക, എഴുന്നേക്കത്തില്ല. 21 കഴിഞ്ഞ് ഇവിടുന്ന് കണ്ടിന്യൂ പ്രെയറാ. ഒട്ടോകോപ്പിനകത്തെല്ലാം കൂടിയിട്ട് അതിൻ്റെ മേളിൽ കയറി മണ്ടേ കയറി അമ്മമ്മ പാടുക, തീ കത്തിക്കുക, എന്നെ തീ മിക്കവാറും കത്തും, നിന്നെ കത്തിക്കും. ദൈവത്തിന് മഹത്വം.
അപ്പനെ കളിപ്പിച്ചു, ഭർത്താവിനെ കളിപ്പിച്ചു, ചേട്ടത്തിയെ കളിപ്പിച്ചു, ബാല്യക്കാരത്തികളെ കളിപ്പിച്ചു, ആൺപിള്ളേർ കലാപുലി പോലെ അവന്മാരെ എല്ലാം കളിപ്പിച്ചു. പക്ഷെ ഒടുവിൽ ദൈവം പിടികൂടി. ബ്ലഡ് നിൽക്കുന്നില്ല. അപ്പച്ചനോട് പണ്ട് പറഞ്ഞത് എഴുന്നേക്കാൻ പാടില്ല. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ വിഷയത്തിൽ ദൈവം പിടികൂടി. പക്ഷേ പിടികൂടിയെങ്കിൽ ഇവള് കരഞ്ഞു, അനുതപിച്ചു. പിന്നീട് ആന്നേലും പ്രവചനാത്മാവിൽ യെരമ്യാ പറഞ്ഞു, റാമയിൽ ഒരു ശബ്ദം കേൾക്കാം, റാഗേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. അടുത്ത വാക്യം, അവർക്കില്ലായികയാൽ. ഇതിനെപ്പറ്റി വേദപഠിതാക്കൾ പറഞ്ഞത് ഇവളെ മരിക്കാൻ പോവുക. യോസേപ്പിന് ഏതാണ്ട് 8-9 വയസ്സ്. ഇപ്പൊ പ്രസവിച്ച ബെന്യാമിൻ ബെനോനി, അവൻ ചോരക്കുഞ്ഞ്. ഇവള് മരിക്കാൻ പോവുക. കുഞ്ഞുങ്ങൾക്ക് നല്ല അവകാശമൊന്നുമില്ല. ലേയായുടെ പിള്ളേർക്ക് അവകാശമെല്ലാം ലഭിച്ചു. രൂബേനും ശിമിയോനും ലേവിക്കും യഹൂദയ്ക്കും 28 കൂട്ടം പദവിയുണ്ട്. ഇരട്ടിപ്പങ്കും മുത്രത്വം രാജത്വം കുടുംബശ്രേഷ്ഠതയ്ക്കും പൗരോഹിത്യം മോതിരച്ചിട്ട് മുദ്രമോതിരം വാടി ഇതെല്ലാം അവകാശങ്ങളാ. അത് പിള്ളേർക്ക് ലേയായുടെ ചേട്ടത്തിയുടെ പിള്ളേർക്ക് കിട്ടി. ഇവിടെ പിള്ളേർക്ക് അവകാശമൊന്നുമില്ല. യോസേപ്പിന് 9 വയസ്സ്. ഇപ്പൊ പ്രസവിച്ച കൊച്ച് ചോരക്കുഞ്ഞ്, ഒന്നും കിട്ടാനില്ല. ഇവളാകെ കുഴഞ്ഞേച്ച് പറഞ്ഞ്, കർത്താവേ ഞാൻ മരിക്കാൻ പോവാ, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും കിട്ടാനില്ല. അവർക്കില്ല. അങ്ങനെ അടിക്കണേ, അവർക്കില്ല. അപ്പൊ ദൈവം തമ്പുരാൻ ഒരു ആലോചന പറഞ്ഞ്, കരയാതെ റയിച്ചല്ലേ, നീ സമ്മതിച്ചല്ലോ, അനുതപിച്ചല്ലോ, ഏറ്റു പറഞ്ഞല്ലോ, ഉപേക്ഷല്ലേ, കരയാതെ കണ്ണുനീരടക്ക്, ഒരു പ്രതിഫലം ഉണ്ട്. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാൽ ഈ ബേത്ലഹേമിന്റെ ഒരു കുഴപ്പമെന്നങ്ങ് പറയാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ബെനോനിയെ പ്രസവിച്ച സ്ഥലമാ, കണ്ണുനീരും മരണവും നടന്ന സ്ഥലമാ ബേത്ലഹേം. അതുകൊണ്ടാ മരണത്തെ ജയിച്ചവൻ, കണ്ണുനീരിനെ ഒപ്പുന്നവൻ, കണ്ണുനീര് മാറ്റിത്തരുന്ന വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റുന്നവൻ ബേത്ലഹേമിൽ ജാതനായത്. ഇന്ന് രാത്രി എനിക്ക് നിനക്ക് വേണ്ടി ഒരുവൻ പൂജാതനായി നിന്റെ കണ്ണുനീര് മാറ്റുവാൻ, നിന്റെ വേദന മാറ്റുവാൻ, നിന്റെ തകർച്ച മാറ്റുവാൻ ഇന്ന് രാത്രി അവൻ നമുക്ക് വേണ്ടി ജാതനായി. ഇനിയും പ്രസംഗിക്കുന്നില്ല, ഇപ്പൊ തന്നെ സമയം അതിക്രമിച്ചു. ഞാൻ മുഖവര പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ദൈവമാണെന്ന് വെച്ചാൽ പിന്നീട് ചിന്തിക്കാം. എനിക്ക് നിങ്ങളിൽ എല്ലാവരും ഇത്രയും നേരം കേട്ടിരുന്ന് സഹകരിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. നിർത്തുക. അതേണ്ട വാച്ചും കൊടുത്ത് പിടിച്ചോ, നിർത്തുക. ദൈവത്തിന്റെ മഹത്വം. നമുക്ക് വേണ്ടി ഒരുവൻ ജനിച്ചല്ലോ, നമുക്ക് വേണ്ടി ഒരുവൻ പൂജാതനായല്ലോ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഇരുന്നോണ്ട് പാടിയാൽ മതി 2 ശീല്. എല്ലാവരും ഇരുന്നോണ്ട് പാടിയാൽ മതി. 2 ശീല് പാടും.